സർക്കാരിനെതിരെ സമരം ചെയ്തെങ്കിൽ നിങ്ങളെയൊക്കെ പാഠം പഠിപ്പിക്കാം, എത്ര ദിവസം അവിടെ ഇരുന്നാലും ഞങ്ങൾ ഇങ്ങനെ പറയൂ, ഒന്നും തരില്ല, നിങ്ങളെ ആക്ഷേപിക്കും എന്നൊക്കെ പറഞ്ഞ് സമരത്തെ കൈകാര്യം ചെയ്താൽ തീർച്ചയായും കേരളം ഒന്നടങ്കമല്ലേ സമരത്തോടൊപ്പം നിൽക്കുന്നത്. വർക്കേഴ്സിൽ പെടുന്ന ആശാ വർക്കർമാർ അവരുടെ വേതനം എന്ന് പറയുന്നത് എത്രയോ ചെറിയ വേതനമാണ്, വളരെ വിഷമം ഉണ്ടാക്കുന്നത്. എങ്ങനെ ജീവിക്കാൻ കഴിയും? രാഷ്ട്രീയ പിടിവാശിയും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യവും വെച്ച് ആ സമരം ഒത്തുതീർപ്പാകാതെ പോയപ്പോൾ ഈ നിസ്വരായ സ്ത്രീകൾ തെരുവിൽ കിടന്ന് മഴയും വെയിലും ഒക്കെ കൊള്ളുന്നത് കണ്ടപ്പോൾ കേരളത്തിലെ മനുഷ്യർക്ക് വേദനിച്ചു. വലിപ്പ ചെറുപ്പങ്ങളില്ല. ഏറ്റവും സാധാരണക്കാർ മുതൽ ഏറ്റവും ഡിഗ്നിറ്ററീസ് വരെ, സമൂഹത്തിൻ്റെ അങ്ങേ ഏറ്റവും മുകൾ തട്ടിൽ നിൽക്കുന്ന ആൾ വരെ ഒരേ വൈകാരികതയോടെയാണ് നമ്മളെ സ്വീകരിച്ചത്. ഒരു ഭയമില്ലായിരുന്നു ഒരു തെരുവിൽ കിടന്നുറങ്ങാനും ഞങ്ങൾ. കാരണം അത്തരത്തിൽ കേരളം കണ്ണു തുറന്നിരുന്ന് നോക്കുന്ന ഒരു സമരമാണ്, കേരളം സംരക്ഷിക്കുന്ന സമരമാണ് എന്നുള്ള 100% ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരു സങ്കോചം അല്ലെങ്കിൽ ഒരു ഭയവുമില്ലാതെ തെരുവിൽ കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. പ്രശംസനീയമായ രീതിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീകൾക്ക് ഏറ്റവും കുറഞ്ഞ കൂലി കൊടുത്തിട്ട് അത് ഉയർത്തിത്തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും നല്ല കൂലിയാണെന്ന് കേരളം പോലെ ഒരു സംസ്ഥാനത്തിരുന്ന് പറയുകയാണ്, ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിരുന്ന് പറയുകയാണ്. നമസ്കാരം. കഴിഞ്ഞ 5 മാസമായി സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു സമരം നടന്നു വരികയാണ്. ആശാ വർക്കർമാരുടെ രാപ്പകൽ സമരം. വെയിലും മഴയും കൊണ്ട് നിരാഹാരം കിടന്ന് മുടിമുറിച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തെരുവുകളിൽ കിടന്നുറങ്ങി ആ സമരം ഇന്ന് കേരളമാകെ ആളിപ്പടർന്നുകൊണ്ടിരിക്കുകയാണ്. തൊഴിൽ സമരങ്ങളുടെ ചൂടണഞ്ഞ കേരളത്തിൽ ഇന്ന് തൊഴിലവകാശ പ്രക്ഷോഭങ്ങൾ ഈ സാധാരണ സ്ത്രീ തൊഴിലാളികൾ ആളിപ്പടർത്തുകയാണ്. സമരത്തിനെതിരായ നിരവധി ആക്ഷേപങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ഈ സമരത്തെ തല്ലിക്കെടുത്തുവാൻ സർക്കാരിൻ്റെ വക്താക്കളും ശ്രമിക്കുമ്പോൾ നേടിയെടുക്കാതെ അടങ്ങില്ല എന്ന ഉറച്ച തീരുമാനത്തിന്മേൽ ഈ സമരം മുന്നോട്ട് പോവുകയാണ്. ഈ സമരത്തിൻ്റെ കഴിഞ്ഞ 150 ദിവസമായി നടക്കുന്ന സ്ത്രീ തൊഴിലാളി പ്രക്ഷോഭത്തിൻ്റെ നേതൃനിരയിൽ നിന്ന് പ്രവർത്തിക്കുന്ന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീമതി MA ബിന്ദു ഈ സമരത്തെക്കുറിച്ച്, സമരാനുഭവങ്ങളെക്കുറിച്ച്, സമരത്തിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. സ്വാഗതം. 150 ദിവസത്തോളം പിന്നിടുന്ന ഒരു സമരം. ലോകത്തിൻ്റെ ചരിത്രത്തിൽ സ്ത്രീകളുടെ മൂവ്മെൻറ്റ് ഈ രീതിയിൽ ഇപ്പോൾ വോട്ടവകാശ പ്രക്ഷോഭമാണെങ്കിൽ 2 പതിറ്റാണ്ടോളം നീണ്ടു നിന്നിട്ടുണ്ട്. അങ്ങനെ സ്ത്രീകളുടെ പല മൂവ്മെൻറ്റുകളും വർഷങ്ങളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നീണ്ടു നിന്ന സമരങ്ങളുണ്ട്. പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഈ വിധത്തിലൊരു സ്ത്രീ പ്രക്ഷോഭം, പ്രത്യേകിച്ചും തൊഴിലാളി സ്ത്രീകളുടെ പ്രക്ഷോഭം, ഇത്രയും നീണ്ട ഒരു പ്രക്ഷോഭം അത് ആ രീതിയിൽ അത്ര പരിചിതമല്ല. സമരം ചെയ്യുന്ന മുഴുവൻ ആളുകളും സ്ത്രീകൾ, നയിക്കുന്ന ആളുകളും സ്ത്രീകൾ. ഈ വിധത്തിലൊരു വനിതാ പ്രക്ഷോഭത്തെ, സ്ത്രീ തൊഴിലാളി പ്രക്ഷോഭത്തെ ഏത് വിധത്തിലാണ് ഏകോപിപ്പിക്കുന്നത്? നമ്മൾ ഈ സമരം എന്ന് പറയുന്നത് പൊടുന്നനവേ ഉണ്ടായി വന്ന ഒരു സമരമല്ല. ദീർഘകാലമായി ഈ ആശാ എന്ന് പറയുന്ന സന്നദ്ധ പ്രവർത്തനം അല്ലെ ആ സ്കീം കേരളത്തിൽ തുടങ്ങിയിട്ട് 18 വർഷമാകുന്നുണ്ട്. നമ്മളുടെ സംഘടന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ 12 വർഷമായി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മൾ എല്ലാ ഘട്ടങ്ങളിലും വേതനം മുടങ്ങുന്നതുൾപ്പെടെയുള്ള വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് നിരന്തരമായ സമരങ്ങളിലൂടെയാണ് സംഘടന മുന്നോട്ട് വന്നത്. അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോഴാണ് നമ്മൾ രാപ്പകൽ സമരം ആരംഭിക്കുന്നത്. അത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഇത് അനിശ്ചിതമായി ഇങ്ങനെ 150 ദിവസം നീണ്ടുപോകും എന്നുള്ളൊരു പ്രതീക്ഷയിലൊന്നും അല്ല സമരം തുടങ്ങിയത്. പക്ഷേ സമരത്തിൻ്റെ ഓരോ ഘട്ടം കഴിയുമ്പോഴത്തേക്ക് സമരത്തിൽ പങ്കാളികളാകുന്ന ആളുകളെല്ലാവരും സ്വയം കൂടുതൽ ബോധ്യപ്പെടലുകളും മനസ്സിലാക്കലുകളും ഉണ്ടായി. കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിൽ അവരോരോരുത്തരും ഉയർന്നു വരുന്നതാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഏകോപനത്തിന് വേണ്ടി തീർച്ചയായിട്ടും ഏകോപനം നടക്കുന്നത് അതിൻ്റെ സമയാസമയങ്ങളിൽ
ആലോചിക്കേണ്ടുന്ന തലങ്ങളിലെല്ലാം ആലോചനകൾ നടത്തി, മീറ്റിങ്ങുകൾ നടത്തി, താഴെ തട്ട് മുതൽ മുകളിൽ തട്ട് വരെ എല്ലാ തരത്തിലുള്ള മീറ്റിങ്ങുകൾ നടത്തിയാണ് നമ്മൾ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നത്. ആ കൂട്ടായ ചർച്ചയെ എന്ന് പറയുന്ന കൂട്ടായ പ്രവർത്തനത്തിൽ നിന്ന് വരുന്നതാണ്. ആ കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് കൂട്ടായിട്ടുള്ള തീരുമാനം വരുന്നത്. അത് ഏകോപിപ്പിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര പ്രയാസമേറിയ ഒരു കാര്യമല്ല. നമ്മളോടൊപ്പമുള്ള അല്ലെങ്കിൽ സമരത്തിൽ നിൽക്കുന്ന ആളുകൾ, സമരപന്തലിൽ വരുന്ന ആളുകൾ മാത്രമല്ല, കേരളത്തിലെമ്പാടും ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആശാവർക്കർമാരും നമ്മളെടുക്കുന്ന തീരുമാനത്തോടൊപ്പം നിൽക്കാൻ അവർ തയ്യാറാകുന്നു. ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തോടൊപ്പം താഴെ നമ്മുടെ പ്രാദേശിക ഘടകങ്ങൾ വരെയുള്ള ആളുകളെല്ലാം അതിനോടൊപ്പം നിൽക്കാൻ തയ്യാറാകുന്നു എന്നുള്ളത് ഈ തീരുമാനം ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, രണ്ട് വ്യക്തിയുടെ തീരുമാനമായിട്ടല്ല വരുന്നത്, മറിച്ച് ഇതൊരു കൂട്ടായിട്ടുള്ള തീരുമാനമാണ്. ആ തീരുമാനമാകട്ടെ ആശാ വർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആകമാനമുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ അതിനെ ഏറ്റവും നല്ല തീരുമാനങ്ങളായിട്ടാണ് വരുന്നത്. ആശാ വർക്കർമാരുടെ ജീവിതത്തെ മുന്നോട്ട്, അല്ലെ അവരുടെ തൊഴിൽ മേഖലയെ സാമ്പത്തിക നേട്ടമടക്കമുള്ള, അല്ലെ വേതന വർധനം അടക്കമുള്ള മാന്യമായ തൊഴിൽ സാഹചര്യം സൃഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒക്കെയുള്ള തീരുമാനങ്ങളായിട്ട് വരുമ്പോൾ അത് തീർച്ചയായും നമുക്ക് സമരത്തിനിടയിൽ 150 ദിവസത്തിനിടയിൽ കുറച്ചൊക്കെ പ്രായോഗിക തലത്തിൽ വരുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും മറിച്ച് വളരെ ആയാസമേറിയ ഒരു കാര്യമായിരുന്നില്ല ഈ ഏകോപനം എന്ന് പറയുന്നത്. അതിനകത്ത് ഏറ്റവും പ്രധാനമായി എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ത്രീകൾ യഥാർത്ഥത്തിൽ ആഗ്രഹിച്ചിരുന്ന ഒരു കൂട്ടായ്മയാണ് നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ 150 ദിവസമായി സൃഷ്ടിച്ച് എടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം വ്യക്തികളെന്നുള്ള നിലയിൽ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതിൻ്റെ സമ്മർദ്ദങ്ങൾ, തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സമ്മർദ്ദങ്ങൾ, സാമ്പത്തികമായി ഉണ്ടാകുന്ന പരാധീനതകളിൽ നിന്ന് വരുന്ന സമ്മർദ്ദം, ഇങ്ങനെ 100,000 സമ്മർദ്ദങ്ങളിൽ പെട്ട് മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കാൻ കഴിയാതെ ഇരുന്ന സ്ത്രീകൾക്ക് അവരുടെ മനസ്സ് തുറക്കാനും അവർ വേറെ തലത്തിൽ അവരെക്കുറിച്ച് ചിന്തിക്കാനും സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കാനും മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കാനും ഒക്കെ കഴിയുന്ന സവിശേഷമായൊരു സാഹചര്യം ഈ സമരത്തിലൂടെ സൃഷ്ടിക്കപ്പെട്ടത് അതിനെ വളരെ പൊടുന്നനവേ തന്നെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കാൻ ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും കഴിഞ്ഞു എന്നുള്ളതാണ് ഇത് വളരെ ബുദ്ധിമുട്ടില്ലാതെ ഈ ഏകോപനം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നത്. അവിടെ നിന്ന് തന്നെ വേറൊരു കാര്യം ചോദിക്കാം. നമ്മൾ ഈ ഒരു സമര രംഗത്തേക്ക് വരിക എന്ന് പറയുന്നത് പൊതുവിൽ നമ്മളുടെ സമൂഹം പരിശീലിപ്പിക്കുന്നതിനനുസരിച്ച് സ്ത്രീകൾക്ക് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അവർക്ക് സാമൂഹ്യമായിട്ടുള്ള പലതരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ടാകാം. അതല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തനത്തിൻ്റേതായിട്ടുള്ള ഒരു പൊതുരംഗത്ത് വിസിബിൾ ആവുന്നതിൻ്റെയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പരിശീലനമോ അനുശീലനമോ പൊതുവിൽ നമ്മളുടെ സ്ത്രീകൾക്ക് കിട്ടുന്നില്ല. അവിടെയാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഒരു രാപ്പകൽ സമരം നടത്തുക, 45 ദിവസം കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ ഒരുപക്ഷെ അപരിചിതമായ സ്ഥലങ്ങളിൽ പോലും തെരുവിൽ ഉറങ്ങിക്കൊണ്ടുള്ള ഒരു സമരം നടത്തുക, മഴ നനഞ്ഞ് സമരം നടത്തുക, വെയിൽ കൊണ്ട് സമരം നടത്തുക, ദീർഘമായ എന്ന് അവസാനിക്കും എന്നൊരു നിശ്ചിതമായൊരു ടൈം പീരീഡ് പറയാൻ പറ്റാത്ത രീതിയിലുള്ള സമരം നടത്തുക. അത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഈ ഒരു പാട്രിയാർക്കൽ പുരുഷ മേധാവിത്വപരമായ സൊസൈറ്റിയിൽ ഒരുപാട് പ്രതിബന്ധങ്ങൾ സ്ത്രീകൾ നേരിടേണ്ടി വരും. മാത്രമല്ല സ്ത്രീകളുടെ ശാരീരികമായിട്ടുള്ള ആവശ്യകതകളും വളരെ വ്യത്യസ്തമാണ്. കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് ഒരു പൊതുരംഗത്ത് ഈ രീതിയിൽ തുടരുക എന്നത്. ഈ ഒരു സാധാരണ തൊഴിൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു സ്ത്രീകളെ ഈ വിധത്തിൽ ഏകോപിപ്പിച്ച് കൊണ്ടുപോവുക എന്ന് പറയുന്നത് കേരളത്തിന് വളരെ ഒരു അനിതര സാധാരണമായിട്ടുള്ളൊരു അനുഭവമാണ്. അതെങ്ങനെ സാധ്യമാകുന്നു? എന്താണ് ഈ സമരത്തിലൂടെ കേരളത്തിലെ സ്ത്രീകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദേശം എന്ന രീതിയിൽ എന്താണ് മനസ്സിലാക്കുന്നത്? അത് അതിൻ്റെ സാധ്യമാകുന്നത് സമരത്തിൻ്റെ സ്പിരിറ്റ് തന്നെയാണ്. ഈ ഡിമാൻഡ് നേടിയെടുത്തിട്ട് പിന്മാറൂ എന്നുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് തന്നെയാണ് ഏത് തരം ബുദ്ധിമുട്ടുകളെ അതിജീവിക്കാനും സമരത്തിൽ നിൽക്കുന്ന ആളുകളെ പ്രാപ്തമാക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് പരിചിതമായ ഒരു കാര്യമല്ല സ്വന്തം വീട്ടിൽ നിന്ന് വിട്ട് 150 ദിവസമൊക്കെ ഈ തെരുവിൽ ഇങ്ങനെ ഇരിക്കുക, കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും തെരുവിൽ പോയി കിടന്നുറങ്ങുക, അവിടെ നിന്ന് നമുക്ക് പോകുന്ന സ്ഥലങ്ങളിൽ നിന്ന് എത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന പരിമിതമായ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നൊക്കെ ഉള്ളത് പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ച് നമ്മൾ മറ്റെല്ലാ സ്റ്റേറ്റിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഒരു വൃത്തി, വെടിപ്പ്, പ്രത്യേകിച്ചും പ്രാഥമിക നമ്മുടെ സൗകര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് കുറച്ചും കൂടെ വ്യത്യസ്തമാണ്.
പക്ഷേ അതിനെയെല്ലാം ഒരു സമരത്തിൻ്റെ സ്പിരിറ്റിലെടുത്തുകൊണ്ടാണ് നമുക്കിതിനെല്ലാം അതിജീവിച്ച് അതൊന്നും ഒരു പ്രശ്നമല്ലാതായി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മുടെ സമരം തുടങ്ങിയതിന് ശേഷം 38ാമത്തെ ദിവസം വരെ നമ്മൾ സമരപ്പന്തലിൽ കഞ്ഞി വെച്ചാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ആ സമരപ്പന്തലിൽ വരുന്ന ഒരു പകുതിയിലധികം സമര പോരാളികൾക്കോ അല്ലെ ആശാവർക്കർമാർക്ക് കഞ്ഞി കുടിക്കുന്നത് ഇഷ്ടമുള്ള ആളുകളല്ല. അവർ ഉച്ചയ്ക്ക് ചോറാണ് കഴിക്കുന്നത്. പക്ഷേ അത് ആ സമരത്തിൻ്റെ സ്പിരിറ്റിൽ അത് സ്വാഭാവികമായി അത് മാറിപ്പോവുകയാണ്. എല്ലാവരും ഒന്നിച്ചിരുന്ന് അവിടെ കിട്ടുന്ന ഭക്ഷണം എന്താണോ അത് കഴിക്കുക എന്നുള്ളത് സമരം നൽകുന്ന ഒരു സ്പിരിറ്റാണ്. അതുപോലെ തന്നെ നിരാഹാരം 43 ദിവസം നിരാഹാരം കിടന്നു. അതിൽ 7 ദിവസം കിടന്നവരുണ്ട്, 8 ദിവസം കിടന്നവരുണ്ട്, അതിൽ കുറച്ച് ദിവസം കിടന്നവരുണ്ട്. ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് ബുദ്ധിമുട്ടുള്ള ആളുകളൊക്കെയാണ് എല്ലാവരും തന്നെ. പലർക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. പക്ഷേ 7 ദിവസവും 8 ദിവസവും പച്ചവെള്ളം മാത്രം കുടിച്ച് കിടക്കാൻ നമ്മളെ പ്രാപ്തമാക്കിയ സമരാന്തരീക്ഷമാണ്. ആ സമരം നൽകുന്ന ആ സ്പിരിറ്റിൽ നിന്നാണ് നമ്മൾ എന്ത് പ്രതിബന്ധങ്ങളെ നേരിട്ടാലും നമ്മൾ ഉയർത്തിയ ഈ ഡിമാൻഡ് നേടിയെടുത്തിട്ട് നമ്മൾ പിന്മാറുക എന്നുള്ള ഒരു സമരാന്തരീക്ഷമാണ്. ഈ സമരത്തിൻ്റെ സ്പിരിറ്റാണ് നമ്മളെ ഈ ബുദ്ധിമുട്ടുകളെല്ലാം നേരിടാൻ നമ്മളെ പ്രാപ്തമാക്കിയത്. പിന്നെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വാഭാവികമായി ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ ഈ സമരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ വ്യക്തിപരമായ ഒത്തിരി ഇഷ്ടാനിഷ്ടങ്ങളും ചിട്ടകളും കാര്യങ്ങളുമുള്ള ആളുകളാണ്. പക്ഷേ അതിനെയെല്ലാം നമ്മളെല്ലാവരും പൊതുവായി നമുക്ക് കിട്ടുന്ന എന്ത് സൗകര്യമാണോ, ടോയ്ലറ്റ് സംവിധാനം, ആ സംവിധാനം ഉപയോഗിക്കാൻ നമ്മൾ അപ്പോൾ നമ്മുടെ മനസ്സിൽ അവിടുത്തെ പല സ്ഥലങ്ങളിലും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള വൃത്തിഹീനമായ സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ അതിനെല്ലാം അതിജീവിക്കാൻ ഈ സമരത്തിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് കഴിഞ്ഞു എന്നുള്ളത് തന്നെ വളരെ വലിയൊരു ജീവിത പാഠമാണ്. കാരണം സമരങ്ങളെന്ന് പറഞ്ഞാൽ അത് ഏത് കാലഘട്ടത്തിലുണ്ടായാലും അത് സത്യം പറഞ്ഞാൽ സമരം വലിയൊരു സർവകലാശാലയാണ്. നമ്മൾ എവിടെയെങ്കിലും പോയി വർഷങ്ങളെടുത്ത് പരിശീലിച്ച് വരുന്ന കാര്യമാണ് നമ്മൾ ഈ ദിവസങ്ങൾ കൊണ്ട് പരിശീലിക്കുന്നത്. ഇപ്പോൾ ഭക്ഷണം നമ്മൾ വരുമ്പോൾ അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്ന തരത്തിൽ അത് നമുക്ക് മതിയായ അളവിലില്ലെങ്കിൽ പോലും പക്ഷെ എല്ലാവർക്കും കിട്ടുന്ന തരത്തിൽ അത് വീതം വയ്ക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു അതിന് ഒരു നിലപാടാണ്. അതിന് പറയുന്നത് അത് അങ്ങനെ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതെല്ലാം ഇതിനകത്ത് നിന്ന് കിട്ടുന്ന പരിശീലനമാണ്. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് കരുതൽ എടുക്കുക, മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അല്ലെ ആരോഗ്യ പ്രശ്നം ഉണ്ടാകുമ്പോൾ അയാൾക്ക് വേണ്ടിയിട്ട് വറി ചെയ്യുക, ഒരാൾ നിരാഹാരം കിടക്കുമ്പം അവർക്ക് വേണ്ടിയിട്ട് വിഷമിക്കുക എന്നൊക്കെ പറയുന്നത് ഇത് വളരെ വലിയ, അതുപോലെ തന്നെ വലിയ മഴയും കാറ്റും ഇടിമിന്നലും എല്ലാം വരുമ്പോഴും ആ ഷെഡിൻ്റെ കീഴിൽ എല്ലാവരും ഒരുപോലെ നിൽക്കുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര വർഷങ്ങളിൽ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല, ജീവിതത്തിലൂടെ കിട്ടുന്ന അനുഭവങ്ങളാണ്. അതൊക്കെ വലിയൊരു കേരള സമൂഹത്തിൽ പ്രത്യേകിച്ചും കേരളത്തിലെ സ്ത്രീകൾ ഈ യാത്ര നടത്തിയപ്പോൾ വ്യക്തിപരമായി എനിക്ക് അനുഭവപ്പെട്ടത്, പ്രത്യേകിച്ച് നമ്മളെ സ്വീകരിക്കാൻ വരുന്ന സ്ത്രീകൾക്കുള്ള അവർ നമ്മളെ വൈകാരികമായി സ്വീകരിക്കുന്നത് അവർക്ക് ആഗ്രഹിച്ചിരുന്നതോ അല്ലെങ്കിൽ അങ്ങനെ ആകണമെന്നൊക്കെ ആഗ്രഹിച്ചിരുന്നതോ ആയ കാര്യങ്ങൾ അവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. വേറൊരു ആളുകൾ ചെയ്യുമ്പോൾ അതിനെ ഏറ്റവും ആവേശത്തോടെയും ഏറ്റവും ഉത്സാഹത്തോടെയും ഏറ്റവും സന്തോഷത്തോടെയും സ്ത്രീകൾ ഏറ്റെടുക്കുന്ന എന്ന് പറഞ്ഞാൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ആ അളവിൽ ഉണർത്തിയ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരായ സ്ത്രീകൾ നമ്മളെ ചെല്ലുമ്പോൾ നമ്മളെ വന്ന് കയ്യിൽ പിടിച്ചൊരുമ്മ തരുന്നു, നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നു, നമ്മളെ ചേർത്ത് നിൽക്കുന്നു, അവരുടെ എന്തെങ്കിലും ചില ഒരു സിഗ്നലിലൂടെ അല്ലെ ഒരു ചലനത്തിലൂടെ അവരുടെ ഹൃദയവികാരം നമ്മളെ അറിയിക്കുന്നു. പൊതുപ്രവർത്തന മണ്ഡലത്തിൽ നിൽക്കുന്ന സ്ത്രീകൾ നമ്മളെ സ്വീകരിച്ചത് അത് ഭയങ്കര അനുഭവമായിരുന്നു. കാരണം അവരുടെ ഹൃദയത്തിൽ നിന്ന് ഈ സമരം ചെയ്യുന്ന സ്ത്രീകളോടുള്ള അവരുടെ ആ ഒരു വൈകാരികമായ ഒരു അടുപ്പം, അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് ഈ സമരത്തെ സ്വീകരിച്ചിരിക്കുന്നത്, എത്ര ആത്മാഭിമാനം അവർക്ക് ആണ് ഈ സമരം അവർക്ക് നൽകിയിരിക്കുന്നത് എന്നുള്ളത് അവരുടെ സംസാരത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ ഇതിന് സംഘാടകരായിട്ട് സ്ത്രീകൾ എത്ര സ്പിരിറ്റഡായിട്ടാണ് സ്വീകരണയാത കടന്നു ചെന്ന സ്ഥലങ്ങളിൽ അതിൻ്റെ എല്ലാത്തരം സംഘാടനത്തിലും മുന്നിൽ നിന്നുകൊണ്ട് ധാരാളം സ്ത്രീകൾ ഈ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന, സമരപന്തലിരിക്കുന്ന ഒരാൾ അവതരിപ്പിക്കുന്ന അതേ വൈകാരികതയോടെ എത്രയോ സ്ഥലങ്ങളിൽ സ്ത്രീകൾ
ഈ സമരത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഞങ്ങൾ കേൾക്കുകയാണ്. എന്ന് പറഞ്ഞാൽ സവിശേഷമായ ഒരു സ്ഥിതിയിലേക്ക് സ്ത്രീകളുടെ അന്തസ്സിനെയും ആത്മാഭിമാനത്തെ ഉയർത്താൻ ഈ സമരത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് അത് പ്രവർത്തന മണ്ഡലത്തിൽ നിൽക്കുന്ന സ്ത്രീകൾ മാത്രമല്ല, വെറും സാധാരണക്കാരായ സ്ത്രീകൾ വരെ നമ്മളെ കാണുമ്പോൾ സ്ത്രീകൾക്കും ഇത് കഴിയും എന്ന് നിങ്ങൾ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രത്യേകിച്ചും പൊതുപ്രവർത്തകരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൽ അവർക്ക് വളരെ വലിയ പാഠങ്ങൾ നൽകുന്ന ഒരു സമരമാണ് എന്ന് തന്നെയാണ് എല്ലാ സ്ത്രീകളും ഞങ്ങളോട് പറയുന്നത്. ഒരു തൊഴിൽ സമരത്തിലൂടെ സ്ത്രീകളുടെ അന്തസ്സ് എങ്ങനെയാണ് ഉയർന്നത്, അതെങ്ങനെയാണ് സമൂഹം അംഗീകരിക്കുന്നത് എന്നുള്ളതിൻ്റെ അനുഭവമാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ആശാ വോളണ്ടിയേഴ്സാണ് അതിൻ്റെ നിർവചന പ്രകാരം ഉണ്ടായത് തന്നെ ഏറ്റവും കുറഞ്ഞ കൂലിക്ക് എന്ത് പണിയും എടുപ്പിക്കാവുന്ന ഒരു വിഭാഗം എന്നുള്ളത്, തുച്ഛമായ കൂലി കൊടുത്താൽ മതി എന്നുള്ള ആ ഒരു തൊഴിലാളി എന്നുള്ളൊരു നിർവചനത്തിൽ പോലും പെടുത്താത്തത് സ്ത്രീകളാണ് എന്നുള്ളത് കൊണ്ടാണ്. സ്ത്രീകളെ ഏത് വിധത്തിലും കുറഞ്ഞ കൂലിക്ക് ചൂഷണം ചെയ്യാം എന്നുള്ളൊരു സാമൂഹ്യ സാഹചര്യം ഇവിടെ ഉണ്ട്. ഇപ്പോൾ തുല്യവേതനത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള പ്രക്ഷോഭങ്ങളുടെയൊക്കെ ചരിത്രം നമ്മൾക്കറിയാം. നമ്മളുടെ നാട്ടിലെ തൊഴിൽ നിയമങ്ങൾ അല്ലെങ്കിൽ തൊഴിലിനെ സംബന്ധിച്ചുള്ള ഘടന നിർവചനങ്ങൾക്ക് സ്ത്രീകളെ ആ വിധത്തിൽ ഉൾക്കൊള്ളുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ? പ്രത്യേകിച്ചും നമ്മളിപ്പോൾ തൊഴിൽ നിയമങ്ങൾ മാറുകയാണ്. അതല്ലെങ്കിൽ പറയുകയാണെങ്കിൽ നിർഭയ സമരത്തിൻ്റെ തുടർച്ചയായി ഉണ്ടായ ജസ്റ്റിസ് വർമ്മ കമ്മീഷൻ റിപ്പോർട്ടിൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, തൊഴിലിടങ്ങളിൽ സ്ത്രീകളുടെ അന്തസ്സും ആത്മാഭിമാനവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ, പ്രത്യേകിച്ച് അമ്മമാരായിട്ടുള്ള സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള ഡേ കെയർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ തൊഴിലിടങ്ങളിൽ രൂപപ്പെടുത്തണം, അത് ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ആ കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണാർത്ഥത്തിൽ ഇതുവരെ നമ്മളുടെ രാജ്യത്ത് നടപ്പിലായില്ല. അവിടെ നിന്നുകൊണ്ടാണ് തൊഴിലാളികളായി അംഗീകരിക്കപ്പെടാത്ത ഒരു വിഭാഗം സ്ത്രീകൾ തൊഴിലവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമരം നടത്തുകയും അത് സ്ത്രീകളുടെ തന്നെ ഒരു ആത്മാഭിമാന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി മാറുകയും ചെയ്യുന്നത്. നമ്മുടെ തൊഴിൽ നിയമങ്ങൾ ഏത് വിധത്തിലാണ് നമ്മളുടെ രാജ്യത്തെ സ്ത്രീകളെ, പ്രത്യേകിച്ചും സ്ത്രീ തൊഴിലാളികളെ കണക്കാക്കുന്നത്? എന്താണ് സ്ത്രീകൾക്ക് ഈ തൊഴിൽ സാഹചര്യങ്ങളിൽ നിന്ന് അനുഭവപ്പെടുന്നത്? അത് വളരെ ഗൗരവമുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കേരളത്തിലെ പ്രത്യേകിച്ചും ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഗൗരവമായി പരിശോധിക്കുകയും അതിന് മാറ്റം വരുത്താൻ വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടുന്ന ഒരു വളരെ ഗൗരവമായ ഒരു ചോദ്യമാണത്. കാരണം പ്രത്യേകിച്ചും അൺഓർഗനൈസ്ഡ് സെക്ടറിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാർ മാത്രമല്ല, ഇപ്പോൾ സ്കീം വർക്കേഴ്സിൽപ്പെട്ട 1 കോടിയോളം സ്ത്രീകൾ അംഗൻവാടി, മിഡ് ഡേ മീൽ, ആശാവർക്കർ, 1 കോടിയോളം സ്ത്രീകൾ ഇന്ത്യയിൽ പണിയെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ ഇന്ന് പ്രത്യേകിച്ചും കേരളം അടക്കം നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ തൊഴിൽ ശക്തിയിൽ ഇത് വലിയ ഒരു നമ്പറായി സ്ത്രീകൾ മാറിയിട്ടുണ്ട്. ഇപ്പം നഴ്സിംഗ് മേഖല, അതൊരു 95% അല്ലെങ്കിൽ 99% സ്ത്രീകളാണ് പണിയെടുക്കുന്നത്. അതുപോലെ തന്നെ പറഞ്ഞാൽ സ്വകാര്യ ആശുപത്രികളിൽ പണിയെടുക്കുന്ന നഴ്സുമാർ, അതുപോലെ തന്നെ സ്വകാര്യ സ്കൂളുകളിൽ പണിയെടുക്കുന്നതിൽ അതും ഒരു 90% സ്ത്രീകളാണ് അധ്യാപക വൃത്തിയിൽപ്പെട്ടിരിക്കുന്നത്. കടകളിൽ പണിയെടുക്കുന്നത് നല്ലൊരു ശതമാനം സ്ത്രീകളാണ്. അതുപോലെ നമ്മളിങ്ങനെ ഓരോ മേഖലയെടുത്ത് പരിശോധിച്ച് നോക്കുക. ഇപ്പം പരമ്പരാഗത വ്യവസായ മേഖലകളുണ്ട് നമ്മുടെ നാട്ടിൽ. കശുവണ്ടി തൊഴിലാളി, അതിൽ കശുവണ്ടി തൊഴിലാളികൾ നല്ലൊരു ശതമാനം സ്ത്രീകളാണ്. ഇപ്പോൾ മത്സ്യബന്ധന മേഖലയിൽ ചെമ്മീൻ പീലിംഗ് തൊഴിലാളികളുണ്ട്, അത് 100% സ്ത്രീകളാണ്. കർഷക തൊഴിലാളികൾ, അവിടെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സ്ത്രീകളാണ്. എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ നിലനിർത്തുന്നതിൽ, അതിനെ മെച്ചപ്പെടുത്തുന്നതിൽ ഏറ്റവും നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവർ അൺപെയ്ഡാണിന്ന്. ഇപ്പോൾ ഈ അധ്യാപകർ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രൈവറ്റ് സ്കൂൾ അധ്യാപകർ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പണിയെടുക്കുന്നവർ, സ്വകാര്യ സംരംഭങ്ങൾ, തൊഴിൽശാലകൾ അല്ലെങ്കിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നത്, അത്തരം ആളുകൾ, ഇപ്പോൾ വസ്ത്ര വിതരണ ശൃംഖല അല്ലെങ്കിൽ സ്വർണ്ണക്കടകൾ, പെട്രോൾ ബങ്കുകൾ, ഇന്നെല്ലാ ചെറിയ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ സ്ത്രീകളാണ് പണിയെടുക്കുന്നത്. അത് ഏറ്റവും കുറഞ്ഞ വേതനത്തിന് കേരളം പോലൊരു സംസ്ഥാനത്ത് പോലും
ഇപ്പോൾ തുണിക്കടകളിൽ നിൽക്കുന്ന സ്ത്രീകൾക്ക് ഇരിക്കാൻ ഒരു അവകാശത്തിന് വേണ്ടി കേരളത്തിൽ സമരം ചെയ്യേണ്ടത് ഒരു 5 വർഷമായിട്ടേ ഉള്ളൂ. അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യേണ്ടി വന്നു. അതും കേരളത്തിലാണ്. അപ്പോൾ എത്ര നിഷ്ഠൂരമായ ഒരു ചൂഷണമാണ് സ്ത്രീകൾക്ക് മേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ മേഖലകളെല്ലാം വെളിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞാൽ തൊഴിൽ സ്ഥാപനത്തിൽ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ അവകാശമില്ല. ഇപ്പോൾ രാവിലെ 8 മണിക്ക് കയറി വൈകുന്നേരം 8 മണിക്കാണ് ആ തൊഴിൽ സമയം കഴിഞ്ഞവർ ഇറങ്ങുന്നതെങ്കിൽ അത്രയും സമയവും നിൽക്കുക എന്നുള്ളതാണ് സ്ത്രീകൾ ചെയ്യുന്നത്. ഈ പ്രത്യേകിച്ചും സ്വകാര്യ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന ടെക്സ്റ്റൈലുകളിൽ സ്വർണ്ണക്കടകളിൽ ഒക്കെ പണിയെടുക്കുന്ന സ്ത്രീകൾ അങ്ങനെയാണ്. അധ്യാപകരുടെയും നഴ്സുമാരുടെയും ഒക്കെ അവർക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സമയമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ ഏറ്റവും കുറഞ്ഞ കൂലിക്ക് പണിയെടുപ്പിക്കാം എന്ന ഒരു സിസ്റ്റം തന്നെ നമ്മുടെ നാട്ടിലുണ്ടായി. അതിനെ ചോദിക്കാൻ, അതിനെ എതിർക്കാൻ ഇത് വളരെ നിഷ്ഠൂരമായ തൊഴിൽ ചൂഷണമാണ്, സാമ്പത്തിക ചൂഷണമാണ്, മനുഷ്യത്വരഹിതമായിട്ടുള്ള നിലപാടാണ്. അതിനെ അത്തരം വിഷയത്തെ ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ ഒരു ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളും തയ്യാറാകുന്നില്ല. ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം രാജ്യത്ത് 10 ലക്ഷത്തോളം ആശാവർക്കർമാരുണ്ട്. ആശാവർക്കർമാർ എന്താണ് എന്ന് നമ്മുടെ രാജ്യം അവരെ ആ അളവിൽ അർത്ഥത്തിൽ മനസ്സിലാക്കിയത് കോവിഡ് മഹാമാരിയുടെ കാലത്താണ്. എല്ലാവരും വീടുകളിൽ അടച്ചിട്ടിരുന്ന് ഏറ്റവും രക്തബന്ധമുള്ള ആളുകൾ, ഏറ്റവും അടുത്ത രക്തബന്ധമുള്ള മനുഷ്യർ പോലും കോവിഡ് രോഗികളായ അവരെ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ ഭയന്നിട്ട് അവരെ ഒറ്റപ്പെടുത്തി പോകുന്ന ഒരു ഘട്ടത്തിൽ അവരുടെ ഇടയിലെല്ലാം ചെന്ന് പ്രവർത്തിച്ച് അവർക്ക് വേണ്ടിയിട്ട് മരുന്നും വെള്ളവും ഭക്ഷണവും അതിനെല്ലാം ഉപരിയായി മനുഷ്യൻ ഒറ്റപ്പെട്ട് കിടന്ന സമയത്ത്, അവൻ മരണഭയത്തിൽ കിടന്ന സമയത്ത് ഒരു മനുഷ്യൻ അവൻ്റെ അടുത്ത് ചെല്ലുന്നത് ആശാവർക്കറാണ്. അപ്പോൾ ആ അളവിൽ മനുഷ്യനോടൊപ്പം നിൽക്കാൻ ഒരു നിർണായകമായ ഘട്ടത്തിൽ മനുഷ്യന് വളരെ വലിയൊരു സഹായം, മനുഷ്യൻ്റെ സഹായം ആവശ്യമായിട്ട് വന്നപ്പോൾ നിൽക്കാൻ സ്വന്തം ജീവിതം പോലും, ജീവൻ അപകടത്തിലാണല്ലോ, അതിനെപ്പോലും പരിഗണിക്കാതെ നിന്ന ആളുകളാണ്. പ്രത്യേകിച്ചും കോവിഡിൻ്റെ സമയത്ത് നമുക്കറിയാം ബോംബെ, അന്ധേരി കോളനിയിലൊക്കെ കോവിഡിനെ പിടിച്ചു കെട്ടിയത് എന്ന് പറഞ്ഞാൽ കാട്ടുതീ പോലെ പടരും. ആ കോളനിയുടെയൊക്കെ പ്രത്യേക ഒരു പശ്ചാത്തലം കൊണ്ട് അവിടെയൊക്കെ അതിനെ പിടിച്ചു നിർത്താൻ ആശാവർക്കർമാരാണ് മുന്നിട്ട് നിന്നത്. നമ്മുടെ പ്രധാനമന്ത്രി എത്രയോ തവണ പറഞ്ഞു. പക്ഷേ അതിനുശേഷവും നമ്മൾ കാണുകയാണ് 10 വർഷം അല്ലെങ്കിൽ അതിനുശേഷം വന്ന ഒരു ബഡ്ജറ്റിലും ആശാവർക്കർമാരുടെ 5 പൈസ വർദ്ധിപ്പിക്കുന്നതിന് അദ്ദേഹം തയ്യാറായില്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം പൊതുജനാരോഗ്യ സംവിധാനത്തിൻ്റെ അടിത്തട്ടിൽ എല്ലാ പ്രവർത്തനങ്ങളും നടത്തി ഈ സിസ്റ്റത്തെ ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഈ സിസ്റ്റം മെച്ചപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന കഴിഞ്ഞ 18 വർഷമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആശാവർക്കർമാരാണ്. മാതൃമരണനിരക്ക് കുറയ്ക്കുന്നതിൽ, ശിശുമരണനിരക്ക് കുറയ്ക്കുന്നതിലൊക്കെ നിർണായകമായ പങ്കുവച്ചത് ആശാവർക്കർമാരുടെ ഈ പ്രവർത്തനമാണ്. ഇപ്പോൾ ഈ അടുത്ത സമയത്ത് ഈ സമരം തുടങ്ങിയതിന് ശേഷം ഇപ്പം 3 ദിവസം മുമ്പ് സംസ്ഥാന സർക്കാർ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട് ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം. സമരത്തെ കൈകാര്യം ചെയ്യാനാണ് അവർ വീഡിയോ ഇറക്കിയിരിക്കുന്നതെങ്കിലും പക്ഷേ അതിനകത്ത് എന്താണ് വസ്തുത എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. ആശാവർക്കർമാരെന്താണ് അവർ ചെയ്യുന്ന ജോലി എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത്രയും അടിത്തട്ടിൽ നിന്നുകൊണ്ട് വളരെ പ്രശംസനീയമായ രീതിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഈ സ്ത്രീകൾക്ക് ഏറ്റവും കുറഞ്ഞ കൂലി കൊടുത്തിട്ട് അത് ഉയർത്തിത്തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾ കൊടുക്കുന്നത് ഏറ്റവും നല്ല കൂലിയാണെന്ന് കേരളം പോലെ ഒരു സംസ്ഥാനത്തിരുന്ന് പറയുകയാണ്, ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനത്തിരുന്ന് പറയുകയാണ്. അപ്പോൾ തീർച്ചയായും ആശാവർക്കർമാർ പ്രത്യേകിച്ച് സ്ഥിര ജോലിക്കാരല്ല, വോളണ്ടിയർ എന്നുള്ള പേരിലാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു സ്ഥിര ജോലിക്കാരൻ്റെ എല്ലാ സ്വഭാവത്തോടും കൂടിയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും 6 ദിവസം പണിയെടുത്താൽ മതിയെങ്കിൽ ആശാവർക്കർ 7 ദിവസവും പണിയെടുക്കേണ്ടുന്ന അവസ്ഥയാണിപ്പോൾ. ആ ഒരു സാഹചര്യത്തിൽ ഇത്രയും കുറഞ്ഞ കൂലിയും ജീവിത ചെലവുകൾ കൂടുകയൊക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ വേതന വർധന ആവശ്യപ്പെട്ടുകൊണ്ട് ആശാവർക്കർമാർ ആരംഭിച്ച സമരം ഇന്ന് 150 ദിവസം തികയുമ്പോൾ അത് കേരളത്തിലെ എന്ന് മാത്രമല്ല ഇന്ത്യയിൽ തന്നെ സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും ഇതുപോലെ നിഷ്ഠൂരമായ തൊഴിൽ ചൂഷണത്തിന് വിധേയരായി പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾക്ക് വളരെ ആവേശം നൽകുന്ന, പ്രതീക്ഷ നൽകുന്ന, ദിശാസൂചകമായ ഒരു സമരമാണെന്നാണ്
കേരളമെമ്പാടും നിന്നും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫോൺ വിളികളിൽ നിന്നും പത്രവാർത്തകളിൽ നിന്നും റിപ്പോർട്ടുകളിൽ നിന്നും ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ പറഞ്ഞപ്പോൾ സമരത്തെ കൈകാര്യം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സമരത്തിനെ എതിർ ന്യായങ്ങളായി സർക്കാരിൻ്റെ വക്താക്കളും CPIM കേന്ദ്രങ്ങളുമൊക്കെ നടത്തുന്ന പ്രചരണങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രചരണമാണ് കഴിഞ്ഞ 9 വർഷം കൊണ്ടാണ് ഈ വിധത്തിൽ ഒരു 7,000 രൂപ ഓണറേറിയം വർധനവ് ഉണ്ടായിരിക്കുന്നത്. അത് കേരളത്തിൽ മാത്രമാണ് ആ രീതിയിൽ ആശാവർക്കർമാർക്ക് ഈ വിധത്തിലുള്ളൊരു വർധനവ് നൽകിയിട്ടുള്ളത് എന്നുള്ളത്. അവർ സമരത്തെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും സർക്കാർ കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഒന്ന് ആശാവർക്കർമാർ എന്നുള്ളത് കേന്ദ്ര സ്കീമാണ്. കേന്ദ്രം അതിൻ്റെ അകത്ത് യാതൊരു രീതിയിലുള്ള അനുഭാവപൂർവമായ നിലപാടും വെച്ച് പുലർത്തുന്നില്ല. മറുവശത്ത് സംസ്ഥാനത്തെ ഭീകരമായ സാമ്പത്തിക പ്രതിസന്ധി എന്നുള്ളതാണ്. ഈ CPIM ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ കാര്യങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഈ സാഹചര്യങ്ങളൊന്നും പരിഗണിക്കാതെ ഒരു വിഭാഗം ആശമാർ കഴിഞ്ഞ ഫെബ്രുവരി 10 മുതൽ ആരംഭിച്ച ഒരു രാപ്പകൽ സമരം, അത് കുത്തിയിളക്കപ്പെട്ട സമരമാണ് എന്നുള്ളതുൾപ്പെടെ പല ഘട്ടങ്ങളിലായി പറഞ്ഞിട്ടുണ്ട്. ഫെബ്രുവരി 10 മുതൽ ഈ സംഘടനയും ഇതിൻ്റെ നേതാക്കളും സമരവും പൊതുസമൂഹത്തിൽ വിസിബിളാണ്. അതിനു മുൻപുള്ള ഒരു ചരിത്രം, അത് ഒരുപക്ഷെ NHM ഉദ്യോഗസ്ഥർക്കറിയാമായിരിക്കാം, അതല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിനറിയായിരിക്കാം. ഈ സംഘടനയ്ക്കുള്ളിൽ മാത്രം നിൽക്കുന്ന ഒരു ചരിത്രമാണ്. പക്ഷേ അതിൻ്റെ സമരത്തിൻ്റെ എതിരാളികൾ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഫെബ്രുവരി 10 കുത്തിയിളക്കപ്പെട്ട ഒരു സമരം, എല്ലാ ബഡ്ജറ്റുകളിലും ഒരിക്കലും ഈ വിധത്തിൽ ആശാവർക്കർമാരെ പരിഗണിക്കാൻ പറ്റില്ല, മുൻപ് അത് പരിഗണിച്ചിട്ടുമുണ്ട്. അന്നൊന്നും പരിഗണിച്ച സമയത്തൊക്കെ മിണ്ടാതിരുന്ന ഒരു സംഘടന പെട്ടെന്നൊരു ഘട്ടത്തിൽ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായി വന്നിറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. ഫെബ്രുവരി 10 മുൻപ് എന്തായിരുന്നു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ? നമ്മൾ ഫെബ്രുവരി 10 മുൻപ് നമ്മൾ ജനുവരി 25-ാം തീയതി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരം നടത്തിയിരുന്നു. സെക്രട്ടേറിയറ്റ് മാർച്ച് ഉൾപ്പെടെ നടത്തി. നമ്മൾ പറഞ്ഞത് അതിനുശേഷം ഫെബ്രുവരി 7-നാണ് ബഡ്ജറ്റ് വരുന്നത്. ആ ബഡ്ജറ്റിൽ നമ്മളെ പരിഗണിച്ചില്ല എങ്കിൽ രാപ്പകൽ സമരം ആരംഭിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് നമ്മൾ സമരം നടത്തിയത് ജനുവരി 25-ന്. അതിനു മുമ്പ് നമ്മൾ ഓഗസ്റ്റ് 16-ന് നിയമസഭാ മാർച്ച് നടത്തിയിരുന്നു. ഈ ഓഗസ്റ്റ് 16-നും ജനുവരി 25-നും ഇടയിൽ നമ്മൾ ആരോഗ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും NHM ഡയറക്ടറേറ്റിലും എല്ലാ വിഷയം കാണിച്ചുകൊണ്ട് നമ്മൾ നിവേദനങ്ങൾ നൽകിയിരുന്നു. അവരെ വിളിച്ചേർത്ത ഡിസംബർ 4-ന് NHM ഡയറക്ടറേറ്റിൽ വിളിച്ചേർത്ത ഒരു മീറ്റിങ്ങിൽ നമ്മൾ പങ്കെടുത്തിരുന്നു. അന്നേരം 10-28 ഡിമാൻഡുകളടങ്ങിയ ഒരു നിവേദനം കൊടുത്ത് ഇത് അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അങ്ങനെ അറിയിക്കേണ്ടുന്നവരെ എല്ലാം അറിയിച്ച് പറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ സമരം ആരംഭിച്ചത്. പൊടുന്നനവേ വന്ന് ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇരിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെ ഒരു തൊഴിൽ സമരം ഏതെങ്കിലും ഒരു സർക്കാരിനെ അട്ടിമറിക്കാനാണ് എന്ന് പറയുന്നതിൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് ഞങ്ങൾക്കറിയത്തില്ല. 232 രൂപ എന്ന് പറയുന്ന കൂലി അത് വർദ്ധിപ്പിച്ച് തരണം എന്ന് ഒരു ഇടതുപക്ഷ സർക്കാരിനോട് ആവശ്യപ്പെടുമ്പോൾ 18-20 വർഷം ഒരു പൊതുജനാരോഗ്യ സംവിധാനത്തിന് വേണ്ടി പണിയെടുക്കുന്നവർ 62 വയസ്സാകുമ്പോൾ പിരിഞ്ഞു പൊക്കോണമെന്ന് പറഞ്ഞൊരു ഉത്തരവിറക്കുമ്പോൾ വെറും കൈയോടെ പിരിഞ്ഞു പോകാൻ പറ്റില്ല. ശിഷ്ടകാലത്തേക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക സുരക്ഷിതത്വം വേണം. അതുകൊണ്ട് ബംഗാളിലും ഹരിയാനയിലും ആന്ധ്രയിലും ഒക്കെ കൊടുക്കുന്നത് പോലെ വിരമിക്കൽ ആനുകൂല്യം തരണം എന്ന് പറയുന്നത് വലിയ പാതകമാണോ? അത് വലിയ പ്രശ്നമാണോ? അതെങ്ങനെയാണ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള സമരമായി തീരുന്നത്? അത് എന്താണ്, അവർ തന്നെ അവരുടെ തന്നെ ഒരു രാഷ്ട്രീയ പാപ്പരത്വമാണെന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ 9 വർഷത്തിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ കയറുന്നതിന് മുമ്പ് ആശാവർക്കർമാർക്ക് ഇത്രത്തോളം ജോലി ഉണ്ടായിരുന്നു? അന്ന് എന്തായിരുന്നു ആശാവർക്കർമാർ ചെയ്യുന്നത് എന്നുകൂടി പരിശോധിച്ച് നോക്കണ്ടേ? ഒന്ന്, പ്രത്യേകിച്ചും കോവിഡ് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഈ കാലഘട്ടം എന്ന് പറയുന്നത് ആശാവർക്കർമാർക്ക് ഇരിക്കപ്പുറതിയില്ലാത്ത കാലഘട്ടമാണ്. എല്ലാ കാര്യങ്ങൾക്കും ആശാവർക്കർമാരാണ് എല്ലാം ചെയ്തത്. ഫീൽഡ് തല പ്രവർത്തനങ്ങൾ നടത്തണം, ആശുപത്രി ഡ്യൂട്ടി ചെയ്യണം, അതിൻ്റെ ഇടയ്ക്ക് 100,000 സർവേകൾ വന്ന് സ്വന്തം കുടുംബത്തിൻ്റെ കാര്യങ്ങൾ പോലും നോക്കാൻ പറ്റാതെ മുഴുവൻ സമയം പണിയെടുക്കുന്നവർ ഇത്രയും തുച്ഛമായി
മറ്റുള്ള പൈസയ്ക്ക് പണിയെടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത് അങ്ങനെ ആവശ്യപ്പെട്ടുകൂടെ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സമരപ്പന്തലിൽ നിത്യ സന്ദർശക അല്ലെ സമരത്തോടൊപ്പം നമ്മുടെ ഏറ്റവും ഒരു ശക്തിയായ സമര പോരാളിയാണ് നമ്മുടെ തിരുവനന്തപുരത്തെ ശോഭ പറയുന്ന ശോഭയ്ക്ക് കിട്ടിയത് 7,000 രൂപ. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ശോഭ വീട് വാടകയ്ക്കാണ് താമസിക്കുന്നത്, 5,000 രൂപ വീട്ടുവാടക. ചേച്ചി എനിക്ക് ഇപ്പോൾ കറണ്ട് ചാർജ് വരുന്നത് 1,550 രൂപ കറണ്ട് ചാർജ് വന്നത്. വെള്ളക്കരം ഞാൻ 60 രൂപയും 70 രൂപയും 2 മാസം കൂടുമ്പോൾ കൊടുത്തുകൊണ്ടിരുന്ന വെള്ളക്കരം 1,750 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. ശോഭ എങ്ങനെ ജീവിക്കും? 10 വർഷം മുമ്പ് ഈ കേരളത്തിൽ അരിക്ക് എത്ര രൂപയായിരുന്നു? ഇവിടുത്തെ കറണ്ട് ചാർജ് എത്രയായിരുന്നു? വെള്ളക്കരം എത്രയായിരുന്നു? ബസ് ഫെയർ എത്രയായിരുന്നു? ഇത് ചിന്തിക്കണ്ടേ? ഈ 10 വർഷം മുമ്പ് 1,000 രൂപയായിരുന്നതിൻ്റെ മൂല്യം ഇന്ന് 7,000 രൂപയ്ക്കുണ്ടോ എന്നുള്ളത് പരിശോധിച്ച് നോക്കണ്ടേ? അപ്പോൾ ഇടതുപക്ഷം പോലെയുള്ള ഒരു പ്രസ്ഥാനം അല്ല ഇടതുപക്ഷ സർക്കാർ ഭരിക്കുമ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെ പറയാൻ പാടില്ല. ഈ ആവശ്യപ്പെടാതെ തന്നെ ഈ വേതന വർധനവ് കൊടുക്കേണ്ടതായിരുന്നു. കാരണം അത്രത്തോളം പണിയെടുക്കുന്നവരുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസവും നമ്മുടെ ആരോഗ്യമന്ത്രി ഇംഗ്ലണ്ടിൽ പോയി ഒരു അവാർഡ് വാങ്ങിച്ചു. ആരാണ് അവാർഡിനെ അവരെ അർഹയാക്കിയത്? അതിനെ ഏറ്റവും ബേസിൽ നിൽക്കുന്ന ആശാവർക്കർമാരാണ് പ്രധാനപ്പെട്ട വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അവർ കൊടുക്കുന്ന കണക്കനുസരിച്ചല്ലേ ഈ നമ്മുടെ എത്ര ഡെങ്കിപ്പനിയുണ്ട്, എത്ര മലമ്പനിയുണ്ട്, എത്ര മലേറിയക്കാരുണ്ട്, എത്ര കിഡ്നി പേഷ്യൻസ് ഉണ്ട്, എത്ര ഹാർട്ട് പേഷ്യൻസ് ഉണ്ട്, 5 വയസ്സിന് താഴെയുള്ള എത്ര കുഞ്ഞുങ്ങളുണ്ട്, ഗർഭിണികൾ എത്ര ഉണ്ട്, ഇതെല്ലാം കണക്ക് കൊടുക്കുന്ന ആരാണ്? ആ കണക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ആണല്ലോ ആരോഗ്യ സംവിധാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇപ്പോൾ ക്ഷയരോഗം കണ്ടുപിടിച്ചു, നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തുമല്ലേ ആരോഗ്യ സംവിധാനം. അപ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള പണിയെടുക്കുന്ന ആളുകളല്ലേ. അപ്പം അങ്ങനെ പണിയെടുക്കുന്നവർക്ക് എങ്ങനെയാണ് കൂലി കൊടുക്കേണ്ടത്, വേതനം കൊടുക്കേണ്ടത് എന്ന് സർക്കാർ ചിന്തിക്കണ്ടേ? ഇത് കൊടുത്താൽ മതിയോ എന്ന് സർക്കാർ ചിന്തിക്കണ്ടേ? പിന്നെ മറ്റൊന്ന്, സർക്കാരിന് പൈസയില്ല എന്ന് പറയുന്നതിനകത്ത് ഈ 150 ദിവസമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പൈസയില്ല എന്ന് പറയുന്ന സർക്കാർ എന്താണ് ഈ കേരളത്തിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആശാവർക്കർമാർ സമരം തുടങ്ങിയതിന് ശേഷമാണ് PSC മെമ്പർമാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുത്തത്. എത്രയാണ് വർദ്ധിപ്പിച്ചു കൊടുത്തത്? 2.5 ലക്ഷം രൂപയൊക്കെ ശമ്പളം കിട്ടുന്നവർക്ക് വീണ്ടും 1.5 ലക്ഷം രൂപ വേതനം വർദ്ധിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആശാവർക്കർമാരുടെ ഒരു മാസത്തെ ശമ്പളമാണ് ക്രൈറ്റീരിയ എല്ലാം പൂർത്തീകരിച്ചാൽ 7,000 രൂപ കിട്ടുക എന്ന് പറയുന്നത്. ഇത് ഒരു ദിവസം അവർക്ക് 11,000 രൂപയൊക്കെ ശമ്പളം ആക്കി കൊടുക്കുക ഒരു ദിവസം. അപ്പോഴാണ് 7,000 രൂപയ്ക്ക് 26,000-ഓളം വരുന്ന സ്ത്രീകൾ ഈ കേരളത്തിൽ ഇത്രയും ചാർജ് വർധനകളും വില വർധനകളും ഉണ്ടാകുമ്പോൾ ജീവിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അതിനകത്തൊരു എന്ത് നീതീകരണമാണ് ഇവർക്ക് പറയാനുള്ളത്? പൈസ ഇല്ല എന്നുള്ളത് മാത്രമാണ് പറയാൻ കഴിയുന്നത്. പൈസ ഇല്ലാഞ്ഞിട്ട് സർക്കാർ എന്തിനാണ് ഇത്രയും രൂപ ചിലവാക്കി സർക്കാരിൻ്റെ 4ാം വാർഷികം ആഘോഷിച്ചത്? ഒരു സർക്കാർ ജനങ്ങളുടെ സർക്കാരാണെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടണമെന്നെങ്കിൽ ഒരു ആഘോഷത്തിൻ്റെയും കാര്യമില്ല. ഇവിടുത്തെ പാവപ്പെട്ടവനോടൊപ്പം സാധാരണക്കാരനോടൊപ്പം പണിയെടുക്കുന്നവനോടൊപ്പം ആശ്വാസമായി അവൻ്റെ സർക്കാരുണ്ടെങ്കിൽ, അവൻ തിരഞ്ഞെടുത്ത് വിട്ട് അവൻ്റെ ഭരണാധികാരികളുണ്ടെങ്കിൽ ജനങ്ങൾ പറയും, ശിരസുയർത്തിപ്പിടിച്ച് അന്തസ്സോടെ പറയും ഞങ്ങളുടെ സർക്കാരാണെന്ന്. ഒരു കൊട്ടിഘോഷത്തിൻ്റെയും കാര്യമില്ല, 100 കണക്കിന് കോടി രൂപ ചെലവഴിക്കേണ്ടുന്ന കാര്യമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ കാണുകയാണ് AKG പഠന ഗവേഷണ കേന്ദ്രത്തിൻ്റെ അത് പുതുക്കി പണിയുന്നു. അപ്പോൾ അവരൊരു സുവനീർ ഇറക്കുന്നതിന് വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ ടൂറിസം വകുപ്പ് കൊടുക്കുകയാണ് ആ സുവനീറിന് വേണ്ടിയിട്ട്. AKG പഠന ഗവേഷണ കേന്ദ്രം ഈ കേരളത്തിൻ്റെ പൊതു സ്വത്തൊന്നുമല്ല, അത് CPM പാർട്ടിയുടെ ഒരു സ്ഥാപനമാണ്. അതിനുവേണ്ടി നാട്ടുകാരൻ കൊടുത്ത പണം എടുത്ത് 2 ലക്ഷം രൂപ നമ്മുടെ ഇന്ന് വാങ്ങിക്കുന്ന നികുതി പണമല്ലേ എടുത്ത് ഇങ്ങനെ ചിലവഴിക്കുന്നത്. അത് എന്തിനാണ് കൊടുക്കുന്നത്? സർക്കാരിന് സാമ്പത്തിക നല്ല രീതിയിലുണ്ടായതുകൊണ്ടാണ്, അതോ ബാധ്യത ആണോ? അത് പറയണം. അതേപോലെ തന്നെ നിയമസഭയിലെ അവിടെ ഡൈനിങ് ഹാള് റിനോവേഷന് വേണ്ടിയിട്ട് 13 കോടി രൂപ കൊടുക്കുമെന്നാണ് കഴിഞ്ഞ ആഴ്ച പത്രത്തിൽ വായിച്ചത്. അപ്പോൾ ഇങ്ങനെ കോടികൾ ചെലവഴിക്കാൻ, ആവശ്യത്തിനും അനാവശ്യത്തിനും വേണ്ടിയിട്ട് ചെലവഴിക്കാൻ ധാരാളം പണമുണ്ട്. പണിയെടുക്കുന്നവന് കൂലി കൊടുക്കാൻ ചോദിക്കുമ്പോൾ പണമില്ല. അതൊരു യഥാർത്ഥത്തിലുള്ള ഒരു ഉത്തരവാണോ അവർ പറയുന്നത്? ന്യായീകരണമാണോ അവർ പറയുന്നത്? CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം M സ്വരാജ് പറഞ്ഞത് 7,000 കൂട്ടാൻ പറ്റുന്നവർക്ക് 8,000-ഓ 10,000-ഓ ആക്കാൻ ആരുടെയും ശുപാർശ വേണ്ട എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിൽ CPIM സംസ്ഥാന ശ്രീ MA ബേബിയുടെ അവരുടെ കേന്ദ്ര ജനറൽ സെക്രട്ടറിയുടെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞത്
ഇന്നേ വരെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിച്ചിട്ടില്ലാത്ത കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി സമരപ്പന്തലിൽ സ്വീകാര്യനാണ് എന്നുള്ളതാണ്. അപ്പോൾ സമരത്തിന് ആശാവർക്കർമാരുടെ കൂലി വർധനവിന് അപ്പുറമുള്ള രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് സർക്കാർ കേന്ദ്രങ്ങൾ അടിവരയിടുന്ന ചില വാദങ്ങളാണിത്. ഇതിനോട് എന്താണ് പ്രതികരണം? അതിന് കേരളമാണോ അതിന് ഉത്തരം നൽകേണ്ടുന്നത്, ആശാവർക്കർമാരല്ല, സമരമല്ല. കാരണം എല്ലാ കാലഘട്ടത്തിലും ഭരണ സംവിധാനത്തിനെതിരെ ഇതുപോലെ ന്യായമായ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് ഏത് വിഭാഗമാണെങ്കിലും സമരം ചെയ്യുമ്പോൾ മനസാക്ഷിയുള്ള മനുഷ്യരെ സമരത്തോടൊപ്പം നിൽക്കും. ഞങ്ങൾക്കതിനകത്ത് ഞങ്ങൾ ആരുടെയും രാഷ്ട്രീയം നോക്കുന്നില്ല. ഇപ്പോൾ ഒരു വർഷം കർഷകർ ഡൽഹിയിൽ സമരം നടത്തി, അവരെ പിന്തുണച്ചില്ലേ? ഈ രാജ്യം ഒന്നടങ്കം പിന്തുണച്ചില്ലേ? ലോകത്തുള്ള മനുഷ്യർ, നേരായി ചിന്തിക്കുന്ന മനസാക്ഷിയുള്ള മനുഷ്യർ മുഴുവൻ ചിന്തിച്ചില്ലേ? അതിനകത്തും രാഷ്ട്രീയം പറഞ്ഞല്ലോ അന്ന് ഭരിക്കുന്ന ആളുകൾ. കേന്ദ്ര സർക്കാർ പറഞ്ഞില്ലേ എന്തെല്ലാം ആരോപണങ്ങൾ ആ സമരക്കാർക്കെതിരെ ചൊരിഞ്ഞു. പക്ഷേ ലോകത്തിന് മനസ്സിലായില്ലേ എന്താ സത്യം എന്നുള്ളത്. എന്തിനു വേണ്ടിയാണ് അവർ 775 പേര് അവിടെ ജീവൻ കൊടുക്കാൻ തയ്യാറായത്? ഏറ്റവും കഠിനമായ മഞ്ഞിനെയും വെയിലിനെയും മഴയെയും എല്ലാം അതിജീവിച്ച് മരണം മുന്നിൽ കണ്ടിട്ട് അവർ കോവിഡ് മഹാമാരി വന്ന് ലോകത്തെ മുഴുവൻ മനുഷ്യരും വീട്ടിൽ അടച്ചിരുന്നപ്പോഴും അതുപോലും ഭയക്കാതെയാണ് കർഷക സഹോദരങ്ങൾ അവിടെ ഇരുന്നത്. അപ്പോൾ അത് ഈ പ്രത്യേകിച്ച് ഈ നേരത്തെ ആദ്യമേ പറഞ്ഞ പേരുകാരൻ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, അദ്ദേഹം വലിയ വായനക്കാരനും അതിനനുസരിച്ച് എഴുതുന്ന ആളും പറയുന്ന ആളും എന്നൊക്കെയാണ് പറയുന്നത്. മനുഷ്യനെ എന്താണ് അവൻ്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ടിരിക്കേണ്ടുന്ന മനുഷ്യന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് എഴുത്തിലും പറച്ചിലും മാത്രമല്ല, പ്രായോഗിക തലത്തിൽ അങ്ങനെ ആവണം എന്നുള്ളതാണ്. അത് നമ്മൾ എല്ലാ കാലഘട്ടങ്ങളിലും എടുത്ത് പരിശോധിച്ച് നോക്കിയാലും അത് തന്നെ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യൻ ഒന്നിച്ച ഘട്ടങ്ങൾ ഈ ഇന്ത്യയിൽ തന്നെ, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉൾപ്പെടെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. പിന്നെ രാഷ്ട്രീയമായി പറയുകയാണെങ്കിൽ ഈ തൊഴിലാളികൾക്കെതിരായി ഈ പ്രസ്ഥാനങ്ങളൊക്കെ പല ഘട്ടങ്ങളിലും ഒന്നിച്ചു നിൽക്കുന്നത് കേരളത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണല്ലോ. ആശാസമരം ഒത്തുതീർപ്പാക്കേണ്ടിയിരുന്നത് സർക്കാരാണ്. ആ സമരം ഏറ്റവും മാന്യമായി ഒത്തുതീർപ്പാക്കുന്നതിന് പകരം അതിന് മുന്നിൽ രാഷ്ട്രീയ പിടിവാശിയും സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യവും വെച്ച് ആ സമരം ഒത്തുതീർപ്പാകാതെ പോയപ്പോൾ ഈ നിസ്വരായ സ്ത്രീകൾ തെരുവിൽ കിടന്ന് മഴയും വെയിലും ഒക്കെ കൊള്ളുന്നത് കണ്ടപ്പോൾ കേരളത്തിലെ മനുഷ്യർക്ക് വേദനിച്ചു. അതവിടെ രാഷ്ട്രീയക്കാരും വന്നിട്ടുണ്ട്, സാധാരണ ജനങ്ങളും വന്നിട്ടുണ്ട്. സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ വന്നു, ഞങ്ങളതിനെ സ്വീകരിച്ചു. കാരണം സമരം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല നടത്തുന്നത്, അതൊരു സ്വതന്ത്ര യൂണിയനാണ് അവിടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സമരത്തെ ഒരു ഇടതുപക്ഷ സർക്കാർ ഇത്രയും ജനാധിപത്യ വിരുദ്ധമായി, തൊഴിലാളി വിരുദ്ധമായി കൈകാര്യം ചെയ്തപ്പോൾ മനുഷ്യർ അത് ഏതെങ്കിലും രാഷ്ട്രീയം നോക്കിയിട്ടല്ല അവിടെ വന്നത്. അല്ലെങ്കിൽ ഇവരെപ്പോലുള്ള ആളുകളെ, ഈ രാഷ്ട്രീയക്കാരെ ആ വേദിയിൽ എത്തിച്ചത് സർക്കാരാണ്. നമ്മൾ സമരം തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് കർണാടകത്തിൽ ആശാ വർക്കർമാരുടെ സമരം നടന്നു. അവിടെ 5-ാമത്തെ ദിവസം മുഖ്യമന്ത്രിയുടെ വസതിയിൽ വിളിച്ചു ചേർത്ത് ആ സമരം ഒത്തുതീർപ്പാക്കി. അങ്ങനെയല്ലേ ഒരു ജനാധിപത്യ പ്രക്രിയയിലൂടെ ഒരു സമരത്തെ ഒത്തുതീർപ്പാക്കേണ്ടുന്നത്? അതിന് പകരം 150 ദിവസം സ്ത്രീകളെ ഈ സർക്കാരിനെതിരെ സമരം ചെയ്തെങ്കിൽ നിങ്ങളെയൊക്കെ പാഠം പഠിപ്പിക്കാം, എത്ര ദിവസം അവിടെ ഇരുന്നാലും ഞങ്ങൾ ഇങ്ങനെ പറയൂ, ഒന്നും തരില്ല, നിങ്ങളെ ആക്ഷേപിക്കും എന്നൊക്കെ പറഞ്ഞ് സമരത്തെ കൈകാര്യം ചെയ്താൽ തീർച്ചയായും കേരളം ഒന്നടങ്കമല്ലേ സമരത്തോടൊപ്പം നിൽക്കുന്നത്. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ പിന്തുണച്ചിട്ട് പോയി. അവരുടെ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കത്തില്ലെന്ന് ഞങ്ങളൊരിടത്തും പറഞ്ഞിട്ടില്ല. ഞങ്ങളെ പിന്തുണയ്ക്കുകയാണ്, രാഷ്ട്രീയക്കാർ പിന്തുണയ്ക്കുകയാണ്. ആ പിന്തുണ ഞങ്ങൾ സ്വീകരിക്കുക. അത് ആ അളവിൽ അതിനെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സർക്കാരാണ് ഉത്തരം പറയേണ്ടുന്നത്, ഞങ്ങളല്ല ഉത്തരം പറയേണ്ടത്. പിന്നെ ഇൻസെൻറ്റീവ്, കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് തരാത്തതിനെതിരെ സമരം നടത്തുന്ന സംഘടന തന്നെയാണ് നമ്മളത്. നമ്മൾ നടത്തിയിട്ടില്ല എന്ന് ഈ CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പോലൊരാൾ ഇങ്ങനെയൊക്കെ പറയുന്നത് വളരെ മോശമാണ്. കാരണം അദ്ദേഹം അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആയതിനു ശേഷം ഞാനും ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ VK സദാനന്ദനും അദ്ദേഹത്തെ കൊല്ലത്തെ അദ്ദേഹത്തിൻ്റെ പാർട്ടി ഓഫീസിൽ, അവിടുത്തെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയി കണ്ടിരുന്നു. അദ്ദേഹം വന്ന് ഞങ്ങളോട് പറഞ്ഞത്, ഈ സ്ത്രീകൾ, പ്രത്യേകിച്ചും
വർക്കേഴ്സിൽ പെടുന്ന ആശാ വർക്കർമാർ അവരുടെ വേതനം എന്ന് പറയുന്നത് എത്രയോ ചെറിയ വേതനമാണ്, വളരെ വിഷമം ഉണ്ടാക്കുന്നത്. എങ്ങനെ ജീവിക്കാൻ കഴിയും? ഞാൻ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ നടക്കുന്ന സമരങ്ങളിൽ പങ്കെടുക്കുന്ന ആളാണ് എന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം. അപ്പോൾ പിന്നെ പത്രക്കാരെ കാണുമ്പോൾ ഇത്ര ഹൃദയമില്ലാതെ എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ആത്മവഞ്ചനയല്ലേ? ഒരാളുടെ ഉള്ളിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത് ഒന്ന്, പുറത്ത് പറയുമ്പോൾ വേറൊന്നെന്ന് പറയുന്നത്. ഇങ്ങനെ ആത്മവഞ്ചന എന്തിനാണ് നടത്തുന്നത്? മറിച്ച് ഈ സമരം അദ്ദേഹത്തിന് ഇപ്പോഴത്തെ ഒരു പൊസിഷൻ വെച്ചുകൊണ്ട്, അല്ലെ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം വെച്ചുകൊണ്ട് ഇവിടുത്തെ അവരുടെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയല്ലേ വേണ്ടുന്നത്? എന്തിനാ അവർ പാർട്ടി കോൺഗ്രസ് മധുരയിൽ നടക്കുമ്പോൾ അവിടെ വന്ന മറ്റ് സ്റ്റേറ്റിൽ നിന്ന് വന്ന പല ഡെലിഗേറ്റ്സും പറഞ്ഞല്ലോ ഈ സമരം ന്യായമായി ഒത്തുതീർപ്പാക്കണം. എന്തുകൊണ്ടാണ് സ്ത്രീകൾ നടത്തുന്ന ഒരു സമരത്തെ ഇങ്ങനെ കൈകാര്യം ചെയ്യുന്നത് ഒരു ഇടതുപക്ഷ സർക്കാർ? അത് ഒട്ടും യോജിച്ചതല്ലെന്ന് അദ്ദേഹം കൂടി ഇരിക്കുന്ന വേദിയിലല്ലേ പറഞ്ഞത്. അപ്പോൾ അത് മാന്യമായി ഒത്തുതീർപ്പാക്കാത്തതിൽ എന്തെങ്കിലും പിടിവാശിയാണോ, സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യമാണോ? അത് വെച്ച് അത് ചെയ്യാതിരിക്കുമ്പം അതിനെ തിരുത്താനാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ശ്രമിക്കേണ്ടത്. അതല്ലാതെ ഇത്രയും വില കുറഞ്ഞ അഭിപ്രായങ്ങളല്ല പറയേണ്ടുന്നത്. അദ്ദേഹം കേരളത്തിലെയും ഇന്ത്യയിലെയും ലോകത്തിലെയും തന്നെ തൊഴിലാളി സമരങ്ങളെക്കുറിച്ചും മുന്നേറ്റങ്ങളെക്കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുള്ള മനുഷ്യനാണ്, അല്ലെ അത്തരത്തിൽ അറിവുള്ള ഒരാളാണ് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ പോലൊരാൾ ഇത്തരത്തിൽ ഇനിയും ഇങ്ങനെ പറഞ്ഞ് സ്വയം ചെറുതാകരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സമരത്തിൻ്റെ ചരിത്രത്തിലെ ഘട്ടങ്ങളിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് ഈ സമരയാത്ര എന്ന് പറയുന്നത്. അതൊരു പക്ഷെ വളരെ ഒരു അവിസ്മരണീയമായൊരു ഏട് കൂടിയായിരിക്കും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇരിക്കുന്നത് പോലല്ല കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ജനങ്ങളുടെ ഇടയിൽ ഈ സമരത്തെക്കുറിച്ച് സംസാരിച്ച് പോവുക എന്ന് പറയുന്നത്. ഈ സമരയാത്രയുടെ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഈ സമരം നമ്മൾ 85ാമത്തെ ദിവസമാണ് കാസർഗോഡ് നിന്ന് നമ്മുടെ യാത്ര ആരംഭിക്കുന്നത്, മെയ് 5-ന്. ഈ 85 ദിവസത്തിനുള്ളിൽ 250-ലധികം സംഘടനകൾ നമ്മുടെ സമര കേന്ദ്രത്തിൽ വന്ന് നമ്മളെ പിന്തുണച്ചു. വലിയ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉൾപ്പെടെ ചെറിയ സംഘടനകൾ വരെ, അത് ക്ലബ്ബുകളുണ്ട്, വയോജനങ്ങളുടെ കൂട്ടായ്മകളുണ്ട്, പെൻഷൻ സംഘടനകളുണ്ട്, അങ്ങനെ നിരവധി സംഘടനകൾ, സാംസ്കാരിക സംഘടനകളടക്കം നമ്മളെ വന്ന് പിന്തുണച്ചു. പക്ഷേ നമ്മുടെ സമരത്തോടൊപ്പം സഞ്ചരിച്ചു കൊണ്ടിരുന്ന കേരളത്തിലെ ആയിരക്കണക്കിന് മനുഷ്യർ, ഈ സമര കേന്ദ്രത്തിൽ വരാൻ പറ്റാതിരുന്ന ആയിരക്കണക്കിന് മനുഷ്യരുണ്ട്. അവരെ നമ്മൾ ജില്ലകളിൽ ചെന്നതുകൊണ്ട് അവരെ എല്ലാം കാണാനും അവരൊക്കെ എങ്ങനെയാണ് ഈ സമരത്തെ കാണുന്നത്, മനസ്സിലാക്കുന്നത്, എന്താണ് ഈ സമരത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. കൂടുതൽ സമരത്തിൻ്റെ ഒരു ഊർജം അവരിലേക്ക് കൊടുക്കാനും അവരിൽ നിന്ന് സ്വീകരിക്കാനും നമുക്ക് കഴിഞ്ഞു. വളരെ സവിശേഷമായ ഒരു പരിപാടിയായിരുന്നു ഈ സമരയാത്ര എന്ന് പറയുന്നത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ തൊഴിലാളി സമര ചരിത്രത്തിൽ ഇങ്ങനെ ഒരു സമരയാത്ര നടന്നിട്ടുണ്ടാവില്ല. ധാരാളം യാത്രകൾ നടക്കുന്ന, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നടത്തുന്ന യാത്രകൾ നടക്കുന്ന ഒരു നാടാണ് കേരളം. പക്ഷെ ഒരു തൊഴിലവകാശത്തിന് വേണ്ടി സ്ത്രീകൾ ഇത്തരമൊരു സമരയാത്ര നടക്കുകയും എത്തുന്ന തെരുവുകളിൽ അന്തി ഉറങ്ങുകയും ചെയ്തുകൊണ്ട് നടത്തിയ ഒരു സമരം എന്ന് പറയുന്നത് കേരളത്തിന് ഒരു സവിശേഷമായ രീതിയിലാണ് കേരളം ഏറ്റെടുത്തത്. അതിൽ നമ്മളെ സ്വീകരിക്കാൻ എത്തിച്ചേർന്ന മനുഷ്യർ വൈവിധ്യമാർന്ന മനുഷ്യരായിരുന്നു. അതിൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ നിരവധി സംഘടനകളുടെ ആളുകളുണ്ട്, മതമേലധ്യക്ഷന്മാരുണ്ട്, സാമൂഹ്യ സാംസ്കാരിക നായകന്മാർ, സാഹിത്യകാരന്മാർ, എഴുത്തുകാർ തുടങ്ങി ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരടക്കം വിവിധങ്ങളായ മനുഷ്യരാണ്, അല്ലെങ്കിൽ വ്യത്യസ്തരായ മനുഷ്യരാണ്, വ്യത്യസ്ത തലങ്ങളിൽ നിൽക്കുന്ന മനുഷ്യരാണ് ആ യാത്രയിൽ എല്ലാ ജില്ലകളിലും നമ്മൾ സ്വീകരിക്കാൻ വന്നത്. പക്ഷേ അവരുടെ എല്ലാം ഹൃദയവികാരം ഒന്നായിരുന്നു എന്നുള്ളത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞു. തീർച്ചയായും നമ്മൾ ഈ സമര യാത്ര കൊണ്ട് ഉദ്ദേശിച്ച ഒരു ലക്ഷ്യം 45 ദിവസം കൊണ്ട് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന് എല്ലാ ജില്ലകളിലും കിട്ടിയ സ്വീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഒരു തൊഴിലാളി സമരത്തെ സാധാരണ അത് ഒരു മധ്യവർഗത്തിൽ പെടുന്ന ആളുകൾ ആ തരത്തിൽ അത് സ്വീകരിക്കുക എന്നുള്ളത് അത്ര പരിചിതമായിട്ടുള്ളൊരു കാര്യമല്ല. പക്ഷേ ഈ ആശാസമരത്തിൻ്റെ ഒരു നാൾ വഴികൾ നോക്കുമ്പോൾ ഗവേഷകർ, അധ്യാപകർ, ഉദ്യോഗസ്ഥർ, വിദ്യാർത്ഥികൾ
അങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ തലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ ഈ സമരത്തിൻ്റെ വക്താക്കളായി മാറുന്നത് കാണുന്നുണ്ട്. ഈ സമരയാത്രയിലൂടെ ഈ വിഭാഗത്തിലുള്ള ആളുകളുടെ ഒരു ഏകോപനം, അതല്ലെങ്കിൽ സമരത്തിന് അനുകൂലമായ ഒരു അന്തരീക്ഷം, ഒരു നെറ്റ്വർക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടോ? അത് തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ ഈ യാത്ര എത്തുന്നതിന് മുമ്പ് തന്നെ, യാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടി യാത്രയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ തന്നെ എല്ലാ ജില്ലകളിലും സ്വാഗത സംഘങ്ങൾ രൂപീകരിച്ചിരുന്നു. ജില്ലാ സ്വാഗത സംഘം, അതിനുശേഷം പ്രാദേശികമായ സ്വാഗത സംഘങ്ങൾ രൂപീകരിച്ചാണ് എല്ലാ ജില്ലകളിലും സ്വീകരണങ്ങൾ നടത്തിയത്. അതിനു വേണ്ടിയിട്ടുള്ളൊരു തയ്യാറെടുപ്പ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായൊരു തയ്യാറെടുപ്പായിരുന്നു. ഇവിടെ സൂചിപ്പിച്ചതുപോലെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ ആ സ്വീകരണ കമ്മിറ്റികളിലെ അംഗങ്ങളായിക്കൊണ്ട് അവരുടെ എല്ലാം ഏകോപിതമായ ഒരു പ്രവർത്തനങ്ങളിലൂടെയാണ് കുറ്റമറ്റ രീതിയിൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സൗകര്യങ്ങളും ഒരുക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള സ്വീകരണങ്ങൾ അറേഞ്ച് ചെയ്തത്. തീർച്ചയായിട്ടും നമ്മൾ എത്തിയ പല സ്ഥലങ്ങളിലും ആളുകൾ ഇങ്ങോട്ട് അഭിപ്രായപ്പെട്ടത്, ഈ സമരം തീർന്നാലും ഇത് ജനങ്ങളുടെ ഒരു കൂട്ടായ്മയായിട്ട്, ഒരു പ്രതിരോധത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ഐക്യമായിട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന തിന്മകൾക്കെതിരെ പോരാടാനുള്ള, അല്ലെ ഒന്നിച്ചിരുന്ന് ചിന്തിക്കാനും പറയാനും ചർച്ച ചെയ്യാനും എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ കഴിയുന്ന ഒരു വേദിയായിട്ട് നിലനിർത്തണം. അത് ആഗ്രഹിക്കുന്നുണ്ട് കേരളം ഇപ്പോൾ. അത് തീർച്ചയായിട്ടും ഈ സമരയാത്ര അതിനുള്ള ഒരു വേദിയും കൂടിയായി തീർന്നു എന്നുള്ളത് അത് വ്യക്തമായിരുന്നു യാത്രയിലുടനീളം. സെക്രട്ടേറിയറ്റിന് മുമ്പിലെ സമരപ്പന്തലിരിക്കുമ്പോൾ എല്ലാ ദിവസവും കാണുന്ന ഉദ്യോഗസ്ഥർ, എല്ലാ ദിവസവും കാണുന്ന വ്യാപാരികൾ, എല്ലാ ദിവസവും കാണുന്ന മീഡിയ, അങ്ങനെ ഒരു പരിചിതമായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. പക്ഷേ സമരയാത്ര എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ഓരോ ദിവസവും വളരെ വ്യത്യസ്തമായിട്ടുള്ള മുഖങ്ങൾ. എങ്ങനെയായിരുന്നു ഈ വ്യത്യസ്ത വിഭാഗം ജനങ്ങളുടെ ഒരു റിസപ്ഷൻ? അത് ജനങ്ങളെ ഉള്ളൂ, അവരുടെ രൂപത്തിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ജില്ലകൾക്ക് ഉണ്ടായിരുന്നുള്ള വ്യത്യാസം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഹൃദയവികാരം ഒന്ന് തന്നെയായിരുന്നു. അതും സത്യത്തിൽ നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ്. അത് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്താണ് നമ്മുടെ യാത്ര അവസാനിക്കുന്നത്, 45ാമത്തെ ദിവസം. ആ സ്പോട്ട് വരെ അവിടെ വന്ന മനുഷ്യരുടെ എല്ലാം അവരുടെ വികാരങ്ങൾ, അത് അവരുടെ എക്സ്പ്രഷൻസ്, അവരുപയോഗിക്കുന്ന വാക്കുകൾ, അവരുടെ സംഭാഷണ രീതി, വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന രീതി, അവർ നമ്മളെ കാണുമ്പോൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹം പ്രകടിപ്പിക്കുന്ന രീതിയെല്ലാം ഒന്ന് തന്നെയായിരുന്നു. അതിനകത്ത് വലിപ്പ ചെറുപ്പങ്ങളില്ല. ഏറ്റവും സാധാരണക്കാർ മുതൽ ഏറ്റവും ഡിഗ്നിറ്ററീസ് വരെ, സമൂഹത്തിൻ്റെ അങ്ങേ ഏറ്റവും മുകൾ തട്ടിൽ നിൽക്കുന്ന ആൾ വരെ ഒരേ വൈകാരികതയോടെയാണ് നമ്മളെ സ്വീകരിച്ചത്. സമരയാത്ര തുടങ്ങുമ്പോൾ യുദ്ധത്തിൻ്റെയൊക്കെ അന്തരീക്ഷം വന്നു എന്നുള്ളതുകൊണ്ട് അതുവരെയുള്ള ഒരു മീഡിയ അറ്റൻഷൻ, ഒരു ഡേ ടു ഡേ അപ്ഡേറ്റ് ഈ സമരയാത്രയ്ക്ക് അതിൻ്റെ ആദ്യഘട്ടങ്ങളിൽ ലഭിച്ചിട്ടില്ല. അപ്പോൾ വളരെ ആകസ്മികമായിട്ടായിരിക്കാം ഓരോ സ്ഥലങ്ങളിലേക്ക്, ആളുകളുടെ മുമ്പിലേക്ക് സമര നേതൃത്വം ചെന്ന് നിൽക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ വളരെ പെട്ടെന്ന് കാണുമ്പോൾ അതല്ലെങ്കിൽ അവരുടെ ഒരു സ്പോണ്ടേനിയസ് ആയിട്ടുള്ളൊരു റെസ്പോൺസ് പലപ്പോഴും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അത്തരത്തിലുള്ള റെസ്പോൺസ് ഉണ്ടായിട്ടുണ്ടോ? ധാരാളം റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ തൃശ്ശൂർ ചെല്ലുമ്പോൾ ഒരു പ്രായമുള്ള മനുഷ്യൻ, അദ്ദേഹം നമ്മുടെ സമരയാത്ര തൃശ്ശൂർ എത്തുന്നെന്ന് അറിഞ്ഞിട്ട് വന്ന് നമുക്ക് സംഭാവന തരാനായിട്ട് വന്നതാണ്. അദ്ദേഹം സംഭാവന തന്നു കഴിഞ്ഞ് ഒരു ചെക്കാണ് തന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ചോദിച്ചിട്ട് അദ്ദേഹം പേര് പറയത്തില്ല, ഫോട്ടോ എടുക്കാൻ വേണ്ടാന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അദ്ദേഹം ബൈപ്പാസ് സർജറി കഴിഞ്ഞിട്ട് വീട്ടിൽ വിശ്രമത്തിലിരുന്ന ആൾ വീട്ടുകാരറിയാതെയാണ് നമ്മുടെ യാത്ര അവിടെ വരുന്നതെന്ന് അറിഞ്ഞിട്ട് അങ്ങനെ വന്നത്. അതൊക്കെ അതുപോലെ ഒത്തിരി വൈകാരികമായി. ഇപ്പോൾ പിറവത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവിടെ ഒരു പെട്ടിക്കട നടത്തുന്ന ഒരു സാധാരണക്കാരായ സ്ത്രീ, അവർ ഏതോ ഒരു ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നമ്മളവിടെ എത്തുമെന്ന് പറഞ്ഞതിനേക്കാൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചെല്ലുന്നത്. അവർ പറയാം, നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് അവർ കട ഇങ്ങനെ അടച്ചിട്ട് നിൽക്കുകയാണ് നമ്മൾ ചെന്നിട്ട് പോകാൻ വേണ്ടിയിട്ട്. അവരാരും വിളിച്ചറിയിച്ച് വരണമെന്ന് പറഞ്ഞൊന്നുമല്ല, അവരറിഞ്ഞു നമ്മളവിടെ എത്തുന്നുണ്ട്, ഈ സമരത്തിൻ്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നിങ്ങളെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ നിന്നതാണ്. ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ വളരെ അഭിമാനമാണ് നിങ്ങളിങ്ങനെ സമരം നടത്തുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെ അതുപോലെ തന്നെ മൊട്ടയടിച്ച് നമ്മൾ മുടി മുറിക്കലൊരു വലിയ സമരമായിരുന്നു, അന്ന് മൊട്ടയടിക്കുകയും ചെയ്തു.
പല ജില്ലകളിലും ചെന്നപ്പോൾ മുട്ടയടിച്ച സഹോദരന്മാരെ കണ്ടു. അവരന്ന് മുടി മുട്ടയടിച്ചതാണ്. ഇനി സമരം ഡിമാൻഡ് നേടിയെടുത്തിട്ട് മുടി വളർത്തുമെന്ന് പ്രതിജ്ഞ എടുത്തിരിക്കുന്നവരെ 3-4 ജില്ലകളിൽ കണ്ടു. അതുപോലെ തന്നെ ഞങ്ങൾ നിരാഹാരം കിടന്നപ്പോൾ ഞങ്ങളോടൊപ്പം നിരാഹാരം ഇരുന്നവർ ഉപവസിച്ച ആളുകളെയൊക്കെ കണ്ടു. അങ്ങനെ ഒത്തിരി, അതൊക്കെ വെറും സാധാരണക്കാരായ അവരേതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒന്നും ആളുകളൊന്നുമല്ല, വളരെ വൈകാരികമായി ഇത്തരം കാര്യങ്ങളൊക്കെ എടുത്ത ഒത്തിരി ആളുകളെ എല്ലാ ജില്ലകളിലും ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മളെ ഇങ്ങനെ വന്ന് നേരത്തെ മുൻകൂട്ടി ഒരു തീരുമാനം എടുക്കാതെ നമ്മൾ ചെല്ലുന്നതെന്ന് അറിഞ്ഞു വന്ന് കണ്ട ഒത്തിരി ആളുകളുണ്ട്. ഈ തെരുവിൽ കിടന്നുറങ്ങി വരിക, ഒരു രാപ്പകൽ സമര യാത്ര, സഞ്ചരിക്കുന്ന രാപ്പകൽ സമരം എന്ന് പറയുന്നത് ഒരു അസാധാരണമായിട്ടുള്ളൊരു തീരുമാനമാണല്ലോ. സെക്രട്ടേറിയറ്റിന് മുൻപിലാകുമ്പോൾ അവിടെ പോലീസും സംവിധാനങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാത്രി മഴ പെയ്യുമ്പോൾ ടാർപ്പാളിന് അടിച്ചുകൊണ്ട് പോവുക, സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ലൈറ്റുകൾ തെളിക്കാതിരിക്കുക, അങ്ങനെയുള്ള ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ സമരത്തിന് ലഭിക്കുന്ന സപ്പോർട്ട് പോലെ തന്നെ ഇതിന് എതിരായിട്ടുള്ള അറ്റാക്ക്, അതിപ്പോൾ സൈബർ അറ്റാക്ക് ആണെങ്കിൽ പോലും അത് നിരവധിയായിട്ടുണ്ടാകുന്നുണ്ട്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ തെരുവിൽ രാത്രി ഉറങ്ങിയുള്ളൊരു യാത്ര എന്നുള്ളൊരു തീരുമാനം എടുക്കാനുള്ള ധൈര്യം എവിടുന്നുണ്ട്? ആ ധൈര്യം കേരളം തന്ന ധൈര്യം തന്നെയാണ്. കാരണം ആശാവർക്കർമാർ ഏറ്റവും തുച്ഛമായ വേതനം വാങ്ങിച്ച് പണിയെടുക്കുന്നവരാണല്ലോ. അതുകൊണ്ടാണല്ലോ നമ്മൾ സമരം തുടങ്ങിയത്. ഈ സമരത്തിന് വേണ്ടിയിട്ട് ഒരു തുക നൽകാൻ, ഒരു 100 രൂപ 200 രൂപ പോലും തരാൻ അവരുടെ ആശാവർക്കർമാരുടെ കയ്യിലില്ല. കാരണം സമരം തുടങ്ങുന്ന സമയത്ത് 2 മാസത്തെ ഓണറേറിയം, 3 മാസത്തെ ഇൻസെൻറ്റീവ് പെൻഡിങ് ആണ്. ആ സമയത്താണ് നമ്മൾ ഇങ്ങനൊരു സമരം ആരംഭിക്കുന്നത്. ഇത് അനിശ്ചിതമായി നീണ്ടുപോകുമോ എന്ന് അങ്ങനെയുള്ളൊരു അങ്ങനെയൊന്നും നമ്മൾ സങ്കല്പിക്കുന്നത് പോലുമില്ല. പക്ഷെ ആ സമരം തുടങ്ങിയതിന് ശേഷം നമ്മൾ 85-ാമത്തെ ദിവസമാണ് യാത്ര തുടങ്ങുന്നതെന്ന് പറഞ്ഞു. അതുവരെ ആ സമരത്തെ നിലനിർത്തിയത് കേരളം ഒന്നടങ്കമാണ്. നമ്മൾക്ക് അതിനുള്ള സാമ്പത്തികം തരുന്നത് കേരളമാണ്. ഞങ്ങൾക്ക് എല്ലാ മെൻ്റൽ സ്ട്രെങ്തും തരുന്നത് കേരളമാണ്. അവിടെ കൂടെ പോകുന്ന ഓട്ടോറിക്ഷക്കാരുൾപ്പെടെ, കൂലിപ്പണിക്ക് പോകുന്ന മനുഷ്യരുൾപ്പെടെ, അവിടെ സെക്രട്ടേറിയറ്റ് പണിക്ക് വരുന്ന ആളുകൾ, ജോലിക്കാരെ, ഉന്നത ഉദ്യോഗസ്ഥരുൾപ്പെടെ, രാഷ്ട്രീയ നേതാക്കന്മാരുൾപ്പെടെ, മതമേലധ്യക്ഷന്മാരുൾപ്പെടെ അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും തരികയാണ്. മാനസികമായി ഈ സമരത്തിൽ അടിയുറച്ച് നിൽക്കുന്നതിന്, ഒരു എവിടെങ്കിലും വീണു പോകാതിരിക്കാൻ വേണ്ടി വളരെ വലിയ കരുതൽ കേരള സമൂഹം തരുന്നുകൊണ്ടിരിക്കുന്നുവെന്ന് 85 ദിവസം അവിടെ ഇരുന്ന് മനസ്സിലാക്കിയ ആളുകളാണ് ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ, ഞങ്ങൾ അവിടെ മഴ നനഞ്ഞപ്പോൾ എത്രയോ ആളുകൾ വീട്ടിലിരുന്ന് കരഞ്ഞു. ഞങ്ങളെ വിളിച്ചു, നീങ്ങി പിറ്റേന്ന് വന്ന് പറഞ്ഞ് ഞങ്ങൾ ഉറങ്ങിയില്ല, നിങ്ങളെങ്ങനെ ഇവിടെ ഉറങ്ങി, ഞങ്ങൾക്ക് ആശങ്കയായിരുന്നു, അത് കാരണം ഉറങ്ങാൻ പറ്റിയില്ല. ഇത് വലിയ കരുതലാണ് കേരളത്തിൽ. ഒരുപക്ഷെ നമ്മൾ വീട്ടിലിരുന്നാൽ നമ്മുടെ സ്വന്തക്കാർ പോലും നമ്മളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാറുണ്ടോ? ഇല്ല. മറിച്ച് നമ്മളൊരു സാമൂഹ്യ ആവശ്യകതയുമായി വന്ന് തെരുവിൽ കിടക്കുമ്പോൾ ഈ കേരളം ഒന്നടങ്കമാണ് കണ്ണും കാതും കൂർപ്പിച്ച് നമ്മളെ നോക്കിയിരിക്കുന്നത്, സംരക്ഷിക്കാനിരിക്കുന്നത്, നമ്മൾക്ക് ഭക്ഷണം തരുന്നത്, നമ്മളെ സംരക്ഷിക്കുന്നത് എന്ന് ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് ആശാവർക്കർമാർക്ക് ഈ പറഞ്ഞതുപോലെ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരെ ഒരു യാത്ര നയിച്ചെത്തുക എന്ന് പറഞ്ഞാൽ അതിന് സാങ്കേതികമായും സാമ്പത്തികമായും ഒക്കെ ഉണ്ടാകാവുന്ന പ്രതിസന്ധികൾ അറിയാലോ. അതിനെക്കുറിച്ച് ഒരാശങ്കയില്ലാതെയാണ് നമ്മൾ 85-ാമത്തെ ദിവസം യാത്ര ആരംഭിച്ചത്. കാരണം കേരളം ഈ സമരത്തെ അങ്ങനെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് ആശങ്കയ്ക്ക് ഒരിടയും നൽകാതെയാണ് കാസർഗോഡ് മുതൽ നമുക്ക് തിരുവനന്തപുരം വരെ കിട്ടിയ സ്വീകരണ കേന്ദ്രങ്ങളിൽ കിട്ടിയ വരവേൽപ്പെന്ന് പറയുന്നത്. ഒന്നിനും ഒരു കുറവും വരുത്താതെ, അത് താമസത്തിനാണെങ്കിലും ഭക്ഷണത്തിനാണെങ്കിലും നമ്മുടെ സുരക്ഷിതത്വത്തിനാണെങ്കിലും തെരുവുകളിൽ ആ പ്രദേശങ്ങളിലെ ചെറുപ്പക്കാർ, സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ വന്ന് രാത്രിയിൽ ഞങ്ങൾ തെരുവിൽ കിടന്നുറങ്ങുമ്പോൾ ഞങ്ങൾക്ക് കാവലിരിക്കും. ഒരു ഭയമില്ലായിരുന്നു ഒരു തെരുവിൽ കിടന്നുറങ്ങാനും ഞങ്ങൾ. കാരണം അത്തരത്തിൽ കേരളം കണ്ണു തുറന്നിരുന്ന് നോക്കുന്ന ഒരു സമരമാണ്, കേരളം സംരക്ഷിക്കുന്ന സമരമാണ് എന്നുള്ള 100% ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഒരു സങ്കോചം അല്ലെങ്കിൽ ഒരു ഭയവുമില്ലാതെ തെരുവിൽ കിടന്നുറങ്ങാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. സുരക്ഷിതത്വം, സാങ്കേതികത, അല്ലെങ്കിൽ അതിൻ്റെ സാമ്പത്തിക സമാഹരണം, അതൊക്കെ പറഞ്ഞു. പക്ഷേ 85 ദിവസം തെരുവിൽ സമരം നടത്തുക, പിന്നെ 45 ദിവസം തുടർച്ചയായി ഒരു സമരയാത്രയ്ക്ക് ഇറങ്ങി പുറപ്പെടുക. അപ്പോൾ നമ്മളുടെ ശാരീരികമായിട്ടുള്ള വൈഷമ്യങ്ങളുണ്ടല്ലോ, റെസ്റ്റ്, അതല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ എങ്ങനെ മാനേജ് ചെയ്തു? അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തെരുവിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പരിചിതമുള്ള ഒരു കാര്യമല്ല. 85 ദിവസം നമ്മൾ തെരുവിൽ കിടന്നു. പട്ടിണി കിടക്കുക, പട്ടിണി നമ്മുടെയൊക്കെ വീടുകളിലുണ്ട്.
അതിൻ്റെ ഫലമായി നമ്മൾ 1-2 തവണയൊക്കെ ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വരും. പക്ഷേ നമ്മൾ സമരത്തിന് വേണ്ടിയിട്ട് 7-8 ദിവസം വെള്ളം മാത്രം കുടിച്ച് കിടക്കാൻ നമുക്ക് കഴിഞ്ഞു. ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സൈബർ ആക്രമണം നമ്മളെ മാനസികമായി തകർക്കുന്നതിന് വേണ്ടിയിട്ട് പൈസ കൊടുത്ത് ക്രിമിനലുകളെ കൊണ്ട് ഈ സമരത്തിനെതിരായിട്ട് എഴുതിച്ചുകൊണ്ടിരിക്കുന്ന നടപടിയുണ്ടായി. ഇതൊന്നും ഞങ്ങളെ തളർത്തിയില്ല. ഇതെല്ലാം ഞങ്ങളെ കൂടുതൽ കരുത്തുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ യാത്രയിലും ഈ വൈഷമ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഞങ്ങൾക്ക് സമയമില്ലായിരുന്നു. അതായിരുന്നു പ്രധാനപ്പെട്ട സംഗതി. കാരണം ഇത് ഏറ്റവും വിജയകരമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ എത്തിക്കുക. കേരളം മൊത്തം നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ കൂടെയുണ്ട്, കേരളത്തിൻ്റെ മൊത്തം കരുതലിലാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെ യാത്ര നടത്തുന്നത് എന്നൊക്കെയുള്ള വലിയൊരു ആത്മവിശ്വാസം നമുക്കുണ്ടായ ചെറിയ മനുഷ്യരല്ലേ, എന്തായാലും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ 40-45 ദിവസം യാത്ര ചെയ്യുക, തെരുവിൽ കിടന്നുറങ്ങുക, അതിൻ്റേതായ ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടായി. പക്ഷേ അതിനെല്ലാം ഈ സമരത്തിൻ്റെ സ്പിരിറ്റിൽ നമുക്കതൊന്നും ഒരു പ്രശ്നങ്ങളായിട്ട് തോന്നിയില്ല. അതുകൊണ്ട് തന്നെ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളെയൊക്കെ അതിജീവിക്കാൻ ഈ സമരം നമുക്ക് അതിനുള്ള ഒരു ആത്മവിശ്വാസം, കേരള സമൂഹം നൽകിയൊരു ആത്മവിശ്വാസമാണത്, ഈ സമരം നൽകിയൊരു സ്പിരിറ്റാണത്. അതുകൊണ്ട് അതൊന്നും വലിയ കാര്യമായി ബാധിച്ചില്ല. നമ്മളോട് സംഘത്തിൽ കലാകാരന്മാരായ അല്ലെ നാടകവും പാട്ടുമൊക്കെ അതിന് കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അവർ പോലും നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഈ 45 ദിവസവും അവർക്കുണ്ടായ ശാരീരിക അവശതകളെയും ബുദ്ധിമുട്ടുകളൊക്കെ കുഞ്ഞുങ്ങൾക്കുണ്ടായി. പക്ഷേ അവരും ഈ സമരത്തിൻ്റെ സ്പിരിറ്റിൽ അതെല്ലാം മറന്നുകൊണ്ട് ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്തം എത്ര വലുതാണ് എന്ന് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക, നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്ന ആളുകൾ. അപ്പോൾ ആ ഉത്തരവാദിത്ത ബോധത്തിൽ നിന്നും കൂടിയാണ് നമുക്കതിനെല്ലാം അതിജീവിച്ച് 45ാമത്തെ ദിവസം വിജയകരമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്താൻ കഴിഞ്ഞത്. യാത്രയുടെ സമാപന ദിവസം ഡോക്ടർ ജയദേവിക ഈ യാത്രയെക്കുറിച്ച് പറഞ്ഞത് കേരളം സമീപകാലത്ത് കണ്ട ഏറ്റവും വലിയൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസ പരിപാടി എന്നുള്ളതാണ്. ഇതിലെ വളരെ ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇടതുപക്ഷം ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അവിടെയാണ് ഈ വിധത്തിൽ ഉള്ളൊരു സമരം, തൊഴിലാളി സമരം 180 ദിവസമായി സെറ്റിൽ ചെയ്യപ്പെടാതെ നടക്കുന്നത്. ഈ സമരം ഇടതുപക്ഷ രാഷ്ട്രീയത്തെ, ഇടതുപക്ഷ മൂവ്മെൻറ്റുകളെ ഏത് വിധത്തിലാണ് സ്വാധീനിക്കുന്നത്? അതാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഞങ്ങളെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കേരളം ഈ സമരത്തെ ഏറ്റെടുത്തത്. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത് സമരങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ട കേരളം ദീർഘകാലമായി സമരരഹിതമായിരിക്കുകയായിരുന്നു. പ്രത്യേകിച്ച് ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ കേരളത്തിൽ സമരങ്ങൾ വളരാൻ അവർ അനുവദിച്ചിട്ടില്ല. ഓർഗനൈസ്ഡ് സെക്ടർ ഉൾപ്പെടെ നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ KSRTC ഈ കേരളത്തിലെ ഏറ്റവും ശക്തമായ അഭിമാനകരമായിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ, ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ആകർഷകമായിരുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായിരുന്നു. ആ സ്ഥാപനത്തിൽ ഇന്ന് ശമ്പളം കിട്ടാതെ പണിയെടുക്കേണ്ടി വരുന്ന തൊഴിലാളിയുടെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്കേ. അവിടെ സമരത്തെക്കുറിച്ച് ചിന്തിക്കാൻ ആ തൊഴിലാളിക്ക് കഴിയുന്നില്ല. കോടതിയുടെ ദയാദാക്ഷിണ്യത്തിൽ പകുതി ശമ്പളം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അവിടുത്തെ പ്രബല യൂണിയൻ ഇപ്പോഴും ഇവിടെ ഭരിക്കുന്ന സർക്കാരിൻ്റെ പ്രബല യൂണിയൻ തന്നെയാണ്. CITU ആണ് അവിടുത്തെ പ്രബല യൂണിയൻ. ഇവിടുത്തെ സർക്കാർ മേഖലയിൽ 70,000 കോടിയോളം രൂപ സർവീസിലിരിക്കുന്ന ആളുകൾക്ക് പല പേരുകളിൽ കിട്ടാറുണ്ട്, പല തലത്തിൽ അവർക്ക് കിട്ടാറുണ്ട് 70,000 കോടി രൂപ. പക്ഷേ ഇവിടെ ഒരു സമരം നടക്കുന്നില്ല. കാരണം അവിടെയും NGO യൂണിയൻ എന്ന് പറയുന്ന ഇവരുടെ സംഘടനയാണ് ഏറ്റവും ശക്തമായ സംഘടന. സമരം നടത്താൻ അനുവദിക്കത്തില്ല. ഇവിടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ 17-18 മാസമായി പെൻഷൻ കിട്ടിയിട്ട് തൊഴിലാളി അംശാദായം അടച്ചതാണ്. 1500 കോടി രൂപ ആസ്തിയുള്ള ക്ഷേമനിധിയാണ്. പക്ഷേ അവിടെ ഒരു സമരം നമ്മൾ ഇതുവരെ കാണുന്നില്ല. അപ്പോൾ ഈ ആളുകൾ KSRTCക്കാർ എത്ര പേര് ആത്മഹത്യ ചെയ്ത് തൊഴിൽ ഉപേക്ഷിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന എത്ര പേരുണ്ട്? ഈ ഓരോ മേഖലയും എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ പോലീസുകാർ തന്നെ 270 പോലീസുകാർ 2-3 വർഷത്തിനുള്ളിൽ തൊഴിൽ സമ്മർദ്ദം കാരണം ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഓർഗനൈസ്ഡ് സെക്ടറിൽ ഉൾപ്പെടെ മനുഷ്യന് പണിയെടുക്കാൻ
പണ്ടൊരു പണി കിട്ടുക എന്ന് പറയുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ പണി കിട്ടിയാൽ ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥയിലെത്തി നിൽക്കുക. ഇപ്പോൾ നമ്മുടെ സമരം നടക്കുന്ന സമയത്താണ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ചാനലിൽ നിന്നൊരു പെൺകുട്ടി തൊഴിൽ സമ്മർദ്ദം സഹിക്കവയാഞ്ഞ് അവൾ രാജിവെച്ചു. ആ ചാനലിൽ നിന്ന് പോയ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടുകൊണ്ട്. ഒരു 6-7 മാസത്തിന് മുമ്പാണ് ഇന്ത്യയിൽ ഏണസ്റ്റ് ആൻഡ് യങ് എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്ന അന്ന സെബാസ്റ്റ്യൻ തുടർച്ചയായി റെസ്റ്റില്ലാതെ പണിയെടുത്തിട്ട് അവൾ ഹൃദയം തകർന്ന ആ കുട്ടി മരിച്ച 26 വയസ്സുള്ള കുട്ടി. അപ്പോൾ ഇത്തരത്തിൽ ഭീകരമായ ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ് നമ്മുടെ കേരളം പോലും. അതാണ് ഞാൻ പറഞ്ഞത്, കേരളം സൃഷ്ടിക്കപ്പെട്ടത് നിരവധിയായ സമരങ്ങളിലൂടെയാണ്, തൊഴിലാളി മുന്നേറ്റങ്ങളിലൂടെ, നവോത്ഥാന മുന്നേറ്റങ്ങളുടെ, സാമൂഹ്യ പരിഷ്കരണ മുന്നേറ്റങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ട കേരളം. അതുകൊണ്ടാണ് ഇന്ത്യയിൽ വേറെ എല്ലാ സംസ്ഥാനത്തിൽ നിന്നും കേരളത്തിനൊരു വ്യത്യാസമുണ്ട് എന്നെല്ലാവരും പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു കേരളത്തിൽ കഴിഞ്ഞ 10 വർഷത്തിലധികമായി കേരളം സമരരഹിതമായിരിക്കുന്നു. ഇവിടെ സമരമില്ല. മാതൃഭൂമി പത്രമൊക്കെ സർവേ നടത്തി അതിൻ്റെ കണക്കെഴുതി സമരങ്ങളില്ലാത്ത കേരളം. മറുവശത്ത് തൊഴിലെടുക്കുന്നവൻ്റെ അവസ്ഥ ഓരോ ദിവസം കഴിയുന്തോറും കൂടുതൽ പരിതാപകരമായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ സ്വകാര്യ മേഖലകളിലൊക്കെ പണിയെടുക്കുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്താണ്? ടാർഗറ്റ് ഫില്ല് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന് ശേഷിയില്ലാത്തവനായി അവനെ പുറത്തു വിടുകയാണ്. അവനെ സംരക്ഷിക്കാൻ ഇവിടെ ഒരു യുവജന സംഘടനയും നമ്മൾ കാണുന്നില്ല. ഞങ്ങൾ സമരം നടത്തുമ്പോഴാണ് PSC റാങ്ക് ഹോൾഡേഴ്സിൽ വനിതാ പോലീസിൻ്റെ റാങ്ക് ലിസ്റ്റിൽപ്പെട്ട് വന്ന കുഞ്ഞുങ്ങൾ 19 ദിവസം അവരോടെ സ്വന്തം ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് നടത്തിയ സമരം. ആ കുഞ്ഞുങ്ങൾ കണ്ണീരോടെ എഴുന്നേറ്റ് പോകുന്ന, ഈസ്റ്റർ ദിനത്തിൽ എഴുന്നേറ്റ് പോകുന്ന കേരളം കണ്ണീരോടെയാണ് കണ്ടത്. അവരെ ഏറ്റെടുക്കാൻ, അവരെ അടുത്ത് വന്നൊന്ന് ആശ്വസിപ്പിക്കാൻ. എന്താണ് വിഷയം? റാങ്ക് ലിസ്റ്റ് ഒരു 3 മാസം കൂടി നീട്ടിക്കിട്ടാൻ ഞങ്ങളെക്കൊണ്ട് ചെയ്യാവുന്നത് ഞങ്ങൾ ചെയ്യാം എന്ന് പറയുന്നവരെ അല്ല. നിങ്ങളിൽ ഒരാൾ പോയി ആത്മഹത്യ ചെയ്താലും ഞങ്ങൾക്കൊന്നും ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല എന്ന് പറയുന്ന അഹങ്കാരത്തെയും ധാർഷ്ട്യത്തെയും കേരളം കാണുകയാണ്. AKG സെൻറ്റർ പോലെ ഒരു സ്ഥലത്തിരുന്നുകൊണ്ട് അവിടെയാണ് ആശാവർക്കർമാരുടെ സമരം വളർന്നു വന്നപ്പോൾ ഈ നാട്ടിലെ പണിയെടുക്കുന്ന മുഴുവൻ ആളുകളും നമ്മളെ ലോക്കോ പൈലറ്റ് തടഞ്ഞു നിർത്തിയിട്ട് പറയാം, നിങ്ങൾ ഈ സമരം അവസാനിപ്പിക്കരുത്, സമരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുകളുണ്ടാകും, പക്ഷെ ഞങ്ങൾക്കും കൂടി വേണ്ടിയാണ് നിങ്ങൾ സമരം ചെയ്യുന്നത്. 80ഉം 120 മണിക്കൂറൊക്കെ ട്രെയിൻ ഓടിച്ച് ആത്മഹത്യയാണ് ലോക്കോ പൈലറ്റുമാർ ഇന്ത്യയിൽ. അവരെ ഏറ്റെടുക്കാൻ, സമരം നടത്താൻ സംഘടനയുണ്ട്, പക്ഷെ സമരം ചെയ്യുന്നില്ല. ഇവിടുത്തെ കർഷക തൊഴിലാളിയും മത്സ്യത്തൊഴിലാളിയും അതുപോലെ ആളുകൾ വന്ന് പറയാണ്, ഓട്ടോറിക്ഷ തൊഴിലാളി പറയാണ് 70,000 കോടി രൂപ കിട്ടാനുള്ള ജീവനക്കാരൻ വന്ന് പറയാണ്, ഞങ്ങളുടെ പ്രതിനിധികളാണ് നിങ്ങൾ സമരം ചെയ്യണം. അപ്പോൾ സമരരഹിതമായിരുന്ന കേരളത്തിന് ഒരു പ്രതീക്ഷ നൽകിക്കൊണ്ട് സമരമാണ് മാർഗം, വേറെ ഒന്നുമില്ല ഈ ഡിമാൻഡുകൾ നേടിയെടുക്കാൻ, അവകാശങ്ങൾ നേടിയെടുക്കാൻ, അന്തസ്വാഭിമാനവും നേടിയെടുക്കാൻ എന്ന് പറഞ്ഞാൽ ആത്മനിന്ദയിൽ കഴിഞ്ഞിരുന്ന കേരളത്തിലെ തൊഴിലാളികൾക്ക്, അത് ഏത് തൊഴിലാളിയാണേലും അവന് ആത്മാഭിമാനത്തിൻ്റെ ഒരു നില അവന് സൃഷ്ടിച്ചു കൊടുത്തത് നമ്മുടെ ആശാസമരമാണ്. എല്ലാ മേഖലകളിലെയും തൊഴിലാളികൾക്ക് ഈ സമരം ഒരു പ്രതീക്ഷയായിട്ടുണ്ട് എന്നാണല്ലോ പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഈ സമരം ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കുക എന്ന ഡിമാൻഡ് ഉയർത്തുന്നില്ല? ആശാവർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം. നമ്മുടെ സംഘടനയുടെ പ്രധാനപ്പെട്ട ഡിമാൻഡാണ്. ഇപ്പം സർക്കാർ വിളിച്ചു ചേർത്ത ഒരു കമ്മിറ്റിയെ വെച്ചല്ലോ, അതിൽ നമ്മളെ വിളിച്ചപ്പോൾ നമ്മൾ 29 ഡിമാൻഡ് വെച്ച്. ആ ഡിമാൻഡിൽ പ്രധാനപ്പെട്ടത് ആശാവർക്കർമാരെ സ്ഥിരം ജീവനക്കാരായി നിയമിക്കുക എന്നുള്ളതാണ്. കാരണം ആരോഗ്യ വകുപ്പിന് വേണ്ടിയിട്ട് 18-19 വർഷം ജോലി ചെയ്ത് എക്സ്പീരിയൻസ്ഡായി. ഇനി ആശാവർക്കർമാരില്ലാതെ ആരോഗ്യ സംവിധാനത്തിന് നിലനിൽക്കാൻ കഴിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്ഥിരം ജീവനക്കാരായി നിയമിക്കണം. പക്ഷേ സ്ഥിരം ജീവനക്കാരായി നിയമിക്കുന്നത് വരെ കൂലി കൂടുതൽ കൊടുക്കില്ല എന്ന് പറയുന്നത് അത് ജനാധിപത്യ വിരുദ്ധതയാണ്. സ്ഥിരം ജീവനക്കാരായി നിയമിക്കേണ്ടത് കേന്ദ്ര സർക്കാരാണ്, സംസ്ഥാന സർക്കാരാണ്. ആരാണ്? അതിനുള്ള എന്തെങ്കിലും ചർച്ചകൾ ഇതുവരെ നടന്നിട്ടുണ്ടോ? എന്തെങ്കിലും ചർച്ച സംസ്ഥാന സർക്കാർ കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഇതുവരെ നടത്തിയിട്ടുണ്ടോ? ഇവരെ സ്ഥിരം ജീവനക്കാരായി നിയമിക്കുന്നതിനെക്കുറിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഇതൊന്നും ചെയ്യാതെ നമ്മൾ സമരം ആരംഭിച്ചപ്പോൾ നമ്മളെന്താണ്, ഈ കൂലി കൊണ്ട് കേരളത്തിലെ ഇപ്പോഴത്തെ ജീവിത ചെലവുകൾ നമുക്ക് ജീവിക്കാൻ കഴിയില്ല, പണി കൂടുതലാണ്, കിട്ടുന്ന 232 രൂപ ഒരു ദിവസത്തെ ചെലവിന് വണ്ടിക്കൂലിക്കോ അതിനുള്ള കാര്യങ്ങൾക്കോ കിട്ടില്ല, തികയില്ല. അതുകൊണ്ട് ജീവിക്കാൻ എന്തെങ്കിലും വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്യുമ്പോൾ ആ സമരത്തിന് മറുവാദമായി പറയേണ്ടുന്നതല്ല തൊഴിലാളിയായിട്ട് അംഗീകരിക്കണം എന്നുള്ളത്. 18 വർഷമായില്ലേ? 18 വർഷത്തിൽ 13 വർഷവും ഭരിച്ചത് ഇടതുപക്ഷമാണ് അല്ലേ? ഇപ്പോഴത്തെ 10 വർഷം തികയാൻ പോകുന്നു. അതിന് മുമ്പ് ഒരു 5 വർഷവും ഭരിച്ചു. ഈ ഇത്രയും വർഷത്തിനിടയിൽ ഈ ആശാവർക്കർമാരെ തൊഴിലാളിയായിട്ട് അംഗീകരിക്കാൻ എന്ത് നടപടി ഇവരെടുത്തു?
അത് പരിശോധിച്ച് ഈ നോക്കാം. അന്തർദേശീയ ശ്രദ്ധ വരെ ആകർഷിച്ച ഒരു സമരമാണല്ലോ ഇപ്പോൾ നടന്നു വരുന്നത്. അപ്പോൾ ഈ സമരത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് തൊഴിൽ നിയമ ഭേദഗതിക്കൊക്കെ എതിരായ ഒരു ദേശീയ പണിമുടക്കിൻ്റെ കൂടി ഒരു സാഹചര്യത്തിൽ തൊഴിലാളികളായി അംഗീകരിക്കുക എന്നുള്ള ഡിമാൻഡ് കുറേ കൂടെ ഒച്ചത്തിൽ പറയേണ്ട ഒരു പ്രധാന ഡിമാൻഡായി കൂടി പറയേണ്ട ഒരു ഘട്ടമല്ലേ ഇത്? തീർച്ചയായിട്ടും നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ ഈ ഇവിടെ നാളെ പൊതുപണിമുടക്ക് നടക്കുകയാണല്ലോ ദേശീയ തലത്തിൽ. ആ ദേശീയ പണിമുടക്കിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ പണിമുടക്കിലാണ്. നമ്മുടെ പ്രധാനപ്പെട്ട ഡിമാൻഡ് അതാണ്. ആശാ വർക്കർമാരെ ആരോഗ്യവകുപ്പിൽ സ്ഥിരപ്പെടുത്തുന്നത് വരെ പക്ഷേ തൊഴിലാളി ജീവിക്കണ്ടേ, അതിനു വേണ്ടിയിട്ട് വേതനം വർദ്ധിപ്പിക്കണം. അതാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. നമ്മുടെ പ്രധാനപ്പെട്ട ഡിമാൻഡാണ് ആശാ വർക്കർമാരെ ആരോഗ്യവകുപ്പിൽ സ്ഥിരപ്പെടുത്തുക എന്നുള്ളത്. സ്ഥിരപ്പെടുത്തണം. അത് കേന്ദ്രമാണെങ്കിൽ കേന്ദ്രം, സംസ്ഥാനമാണെങ്കിൽ സംസ്ഥാനം. അതിൻ്റെ പ്രക്ഷോഭത്തിനും ഞങ്ങൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ നമ്മൾ എത്രയോ പാർലമെൻറ്റ് മാർച്ചുകൾ നടത്തി. ഈ കഴിഞ്ഞ ബജറ്റിന് മുമ്പ് നമ്മൾ നിവേദനം കൊടുത്താണ്. നമ്മുടെ സമരപ്പന്തലിൽ സുരേഷ് ഗോപി വന്നപ്പോൾ നമ്മൾ ആവണി പൂ പാടി എതിരേറ്റെന്ന് പറഞ്ഞു. മറിച്ച് നമ്മൾ അദ്ദേഹത്തോട് ആദ്യമേ പറഞ്ഞത്, അദ്ദേഹം കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ചെയ്യേണ്ടുന്നത് കേന്ദ്രം തരാനുള്ള ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാൻ ആവശ്യപ്പെടണം. നിങ്ങൾ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണം. അവിടെ വന്ന എല്ലാ BJP നേതാക്കന്മാരോടും നമ്മൾ ആവശ്യപ്പെട്ടത് അതാണ്. പുതിയതായിട്ട് തെരഞ്ഞെടുത്ത അവരുടെ BJP സംസ്ഥാന അധ്യക്ഷനോട് നമ്മൾ ആവശ്യപ്പെട്ടു. അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി അദ്ദേഹത്തെ കണ്ടു. കേന്ദ്രത്തിൽ പോകണം, ഇത് ആവശ്യപ്പെടണം. നമ്മൾ നടത്തിയ ഇടപെടലിലൂടെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാമെന്ന് പറഞ്ഞത്. ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാം, പക്ഷെ അത് നടപ്പാക്കിയില്ല. പക്ഷെ നമ്മളിപ്പോഴും അത് വീണ്ടും ആവശ്യപ്പെടുകയാണ് അവരോട്. ഇപ്പോൾ നമ്മുടെ സമരയാത്ര അവസാനിക്കുമ്പോൾ കഴക്കൂട്ടത്താണ് അവസാനിച്ചത്. അവിടെ മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ വന്നു. ഞങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു, സാറ് കേന്ദ്രത്തിൽ നിങ്ങളുടെ മന്ത്രിമാരോടും പ്രധാനമന്ത്രിയോടും ആരോഗ്യമന്ത്രിയോടും പറയണം, ആശാ വർക്കർമാരുടെ വിഷയം ഗൗരവമായി എടുക്കണം, അവരെ സ്ഥിരപ്പെടുത്തണം എന്ന ഡിമാൻഡ് ഉന്നയിച്ചുകൊണ്ട് ദേശീയ പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട് സംഘടന, അതല്ലേ? തീർച്ചയായിട്ടും. ഏറ്റവും അവസാനമായിട്ട് ഒരു ചോദ്യം. നമ്മൾ ഈ സമരം തുടങ്ങിയതിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിലമ്പൂർ ബൈ ഇലക്ഷനിലെ ഒരു ക്യാമ്പയിനായിരുന്നു. ഒരു ബൈ ഇലക്ഷൻ ആണെങ്കിലും ഏതൊരു പൊളിറ്റിക്കൽ ഇവൻ്റ് ഇപ്പോൾ കേരളത്തിൽ നടന്നാലും ആശാ സമരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാതെ പോകില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ സമരസമിതി നേരിട്ട് ബൈ ഇലക്ഷനിൽ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുന്ന ക്യാമ്പയിൻ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ സമരത്തിൻ്റെ അടുത്ത ഘട്ടമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് 1000 പ്രതിഷേധ സദസ്സുകൾ പഞ്ചായത്തുകളിൽ സംഘടിപ്പിക്കും എന്നുള്ളതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലേക്ക് കേരളം പോകുന്ന ഒരു ഘട്ടത്തിൽ എടുക്കുന്ന ഈ ഒരു ഡിസിഷന് തീർച്ചയായിട്ടും ഇലക്ഷനുവിൻ്റെ വിധി നിർണയത്തിൽ ഒരു പൊതു അഭിപ്രായം രൂപീകരണത്തിൽ അതിനൊരു ഘടകമായിട്ട് വരും. ഈ ഒരു രീതിയിൽ തെരഞ്ഞെടുപ്പുകളിലെ ഇടപെടൽ അത് തെരഞ്ഞെടുപ്പിനെ ഒരു സമരായുധമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായിട്ടും നമ്മൾ അങ്ങനെ തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ ഒരു സമരായുധമാക്കി മാറ്റുക. കാരണം പണിയെടുക്കുന്നവന് എന്താണ് അവൻ്റെ മുന്നിലുള്ള അവൻ്റെ ജീവിത പ്രയാസങ്ങൾ മാറുക എന്നുള്ളതല്ലേ. അത് പറയാൻ പറ്റുന്ന ഏറ്റവും ഉചിതമായ വേദികളിൽ പറയുക എന്നുള്ളതാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും അതിലെ പ്രധാനപ്പെട്ട ആളുകളെന്ന് പറയുന്നത് ജനങ്ങളാണ്. ജനങ്ങളില്ലെങ്കിൽ പിന്നെ എന്ത് ജനാധിപത്യമാണ്? അപ്പോൾ ആ ജനങ്ങൾ തെരഞ്ഞെടുപ്പ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രക്രിയ നടക്കുമ്പോൾ ജനങ്ങൾ അവിടെ ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഒരു ഘട്ടത്തിൽ ജനങ്ങളോട് പോയി ഞങ്ങൾ വോട്ട് ചെയ്യണം എന്ന് ഒരാൾ പറയുമ്പോൾ കേരളത്തിൽ അന്ന് 129-30 ദിവസമായി തെരുവിൽ സ്ത്രീകളെ ഇട്ടിട്ട് ഒരു സർക്കാരിൻ്റെ പ്രതിനിധിയായിട്ടാണല്ലോ അവിടെ മത്സരിച്ചത്. സ്ത്രീകളെ ഇങ്ങനെ ഇട്ട് അപമാനിച്ചിട്ട് അങ്ങനെ പോയി ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ അത് വളരെ അപകടമാണ്. അതേത് മുന്നണിയാണെങ്കിലും ഏത് സർക്കാരാണെങ്കിലും അങ്ങനെ പോകാൻ പാടില്ല. അത് അവർക്ക് കൊടുക്കേണ്ടുന്ന താക്കീതുകൾ നമ്മൾ കൊടുക്കേണ്ടുന്ന സമയത്ത് കൊടുക്കണം. സ്ത്രീകളെ തെരുവിലിട്ടിങ്ങനെ അപമാനിച്ചിട്ട് ഞങ്ങൾ ചെയ്തത് ഏറ്റവും നല്ല കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രതിനിധിയായി ഒരാളെ തിരഞ്ഞെടുക്കണം എന്നാവശ്യപ്പെടാൻ എങ്ങനെ കഴിയുന്നുണ്ട് ഇത്രയും ജനാധിപത്യ വിരുദ്ധമായിട്ട് പെരുമാറിയിട്ട്? അപ്പോൾ അതുകൊണ്ടാണ് ഈ സമരത്തെ ഇത്രയും അപമാനിച്ച സർക്കാരിൻ്റെ പ്രതിനിധിക്ക് വോട്ടില്ല എന്ന് നമ്മൾ പറഞ്ഞത്. ഇനി വരാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പാണ്. നമ്മൾ 1000 പ്രതിഷേധ സദസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുകയാണ്. ആശാ വർക്കർമാർ പണ്ട് 1000 പോപ്പുലേഷൻ ഒരാശയായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ ഒരു വാർഡിനൊരാശയാണ്.
ഒരു വാർഡിൽ ആ വാർഡിലെ മുഴുവൻ കുടുംബങ്ങളുമായി ഏറ്റവും അടുത്ത ബന്ധം സ്ഥാപിക്കുന്ന ആളുകളാണ് ആശാവർക്കർമാർ. തീർച്ചയായും കഴിഞ്ഞ 150 ദിവസമായി ഈ സമരത്തെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കേരളം ഈ തെരഞ്ഞെടുപ്പിൽ ആശാവർക്കർമാർക്ക് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകും. അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങളുടെ ഇടയിലേക്ക് പോയി ഈ രാഷ്ട്രീയം നമ്മൾ യാത്ര നടത്തിയപ്പോൾ നമുക്ക് താഴെ തട്ടിലേക്ക് അത്രത്തോളം ഇറങ്ങി ചെല്ലാൻ പറ്റിയില്ല. പക്ഷേ ഈ 1000 പ്രതിഷേധ സദസ്സുകളിലൂടെ താഴെ തട്ടിൽ അങ്ങേ അറ്റം വരെ പോകാനാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത്. സമരം 5 മാസം കഴിഞ്ഞു. കേരളത്തിൻ്റെ ഒരു സമീപകാലത്തെ ഒരു രാഷ്ട്രീയ ചരിത്രം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ചിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ സമരങ്ങളെ പൊതുവെ അവഗണിക്കുന്ന ഒരു സർക്കാരാണുള്ളത്. അത് CPO ഉദ്യോഗാർത്ഥികളുടെ സമരമാണെങ്കിലും അതല്ലെങ്കിൽ കഴിഞ്ഞ 4 വർഷമായിട്ട് നടക്കുന്ന കരിമണൽ ഖനനത്തിനെതിരായിട്ടുള്ള സമരമാണെങ്കിലും പൊതുവിൽ ജനകീയ സമരങ്ങളെ, തൊഴിൽ സമരങ്ങളെ, തൊഴിലിന് വേണ്ടിയിട്ടുള്ള സമരങ്ങളെ, ഇതിനെല്ലാം അവഗണിക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഈ സമരത്തിൻ്റെ ഭാവിയെക്കുറിച്ച് എന്താണ് പ്രതീക്ഷ? അല്ലെങ്കിൽ നമ്മുടെ സാധാരണ ആളുകൾ ചോദിക്കുന്നത് പോലെ സമരം കൊണ്ട് പ്രയോജനം ഉണ്ടാവുമോ? ഈ സമരം ഫെബ്രുവരി 10 ആരംഭിച്ചപ്പോൾ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സമരം ഡിമാൻഡ് നേടിയെടുത്ത് ഈ സമരം അവസാനിപ്പിക്കുമെന്നുള്ളത്. അതുതന്നെയാണ് ഉത്തരം. നമ്മളിപ്പോൾ സിനിമ, ഇത്ര മണിക്കൂറിൽ സിനിമ അല്ലെങ്കിൽ നാടകം, അടുത്ത ബെല്ലോടുകൂടി നാടകം തീരും എന്ന് പറയുന്നതൊക്കെ ഒരു സമരം ആരംഭിച്ച് അവസാനിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ. സമരം ഉയർത്തുന്ന ഡിമാൻഡ് എന്നാണോ നേടിയെടുക്കുന്നത് അപ്പോഴേ സമരം അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ നിർഭാഗ്യകരമായ കാര്യം എന്ന് പറഞ്ഞാൽ സമീപകാല ഘട്ടത്തിൽ ഈ കർഷക സമരം ഒഴിച്ച്, ദേശീയതലത്തിൽ നടന്ന സമരം ഒഴിച്ച് ബാക്കി സമരങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ അങ്ങനെ വിട്ടുവീഴ്ചയില്ലാതെ ഡിമാൻഡ് നേടിയെടുക്കുന്നത് വരെ എന്ത് ബുദ്ധിമുട്ടുകളെയും പ്രതിബന്ധങ്ങളെയും സഹിച്ചുകൊണ്ട് സമരത്തിൽ അടിയുറച്ച് നിൽക്കുന്ന രീതി കേരളത്തിൽ പോലും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സമരങ്ങൾ തന്നെ ഇല്ലാതാക്കപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ വിട്ടുവീഴ്ചയില്ലാതെ സമരത്തിൽ അടിയുറച്ച് നിൽക്കുന്നു എന്നുള്ളതാണ് ഈ സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, കേരളം ഏറെ പ്രതീക്ഷയോടെയാണ് ഈ സമരത്തെ നോക്കുന്നത്. കേരളത്തിലെ തൊഴിലാളികളിൽ ഒന്നടങ്കം ഈ സമരം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഈ സമരത്തെ എതിർക്കുന്നു എന്ന് പറയുന്ന ആളുകളിൽ പോലും നല്ലൊരു ശതമാനം ഈ സമരം വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. കാരണം സമരം തുടങ്ങിയതിന് ശേഷം ആശാവർക്കർമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തൊഴിൽ മേഖലയിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന്, ഈ ഓണറേറിയവും ഇൻസെൻറ്റീവും മുടങ്ങിക്കിടക്കായിരുന്നു. അതിപ്പോൾ എല്ലാ മാസവും കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനകത്ത് ഓണറേറിയം നിബന്ധനകളില്ലാതെ കൊടുക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടു. അത് സർക്കാർ അംഗീകരിച്ചു. പക്ഷേ അതിൻ്റെ ഉത്തരവ് വന്നപ്പോൾ അതിനകത്ത് ചെറിയ പ്രശ്നങ്ങൾ വന്നു. അത് പരിഹരിക്കണമെന്ന് മിനിസ്റ്റർ കണ്ടപ്പോൾ നമ്മൾ ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അത് മെയ് മാസത്തെ ഇൻസെൻറ്റീവ് വന്നപ്പോൾ, ഏപ്രിലും വന്നപ്പോൾ കുറേ പേർക്ക് പകുതിയായി കുറഞ്ഞു. അവരുടെ പുതിയ നിബന്ധന കാരണം അത് മാറ്റണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ മുടക്കം കൂടാതെ കിട്ടുന്നുണ്ട്. ആശമാർക്ക് അസൈൻഡായിട്ട്, ആശമാർക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പണിയെ ചെയ്യത്തുള്ളൂ എന്ന് ആശമാർക്ക് പറയാൻ കഴിയുന്നുണ്ട്. അവരുടെ തൊഴിൽ മേഖലയിൽ ആശാവർക്കർമാർക്ക് അന്തസ്സോടെ, ഞങ്ങളങ്ങനെ അടിമകളെപ്പോലെ പണിയെടുക്കേണ്ടുന്നവരല്ല, ഞങ്ങൾക്ക് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന പണികൾ മാത്രം ചെയ്താൽ മതി, എല്ലാവരും പറയുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് അന്തസ്സുണ്ട്, അഭിമാനമുണ്ട്. അടിമകളെപ്പോലെ ഭയന്ന്, മറ്റേത് മുകളിലിരിക്കുന്ന ആരെന്ത് പറയും എന്ന് ഭയന്നിട്ടാണ് ഇരുന്നത്. ഇപ്പം അങ്ങനെയല്ല. ആശമാരെന്താണ്, ആശമാർക്ക് എന്താണ് ചെയ്യേണ്ടുന്ന ജോലി, അത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ചെയ്യേണ്ടാത്ത എന്താണ്, ആര് പറഞ്ഞാലാണ് ചെയ്യേണ്ടുന്നത്, ആര് പറയുന്നതാണ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഏകദേശം അതിനൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒത്തിരിയേറെ മാറ്റങ്ങൾ. പിന്നെ 62 വയസ്സിലെ ആശാവർക്കർമാരെ പിരിച്ചുവിടുന്നതിനുള്ള ഉത്തരവ് പിൻവലിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു. അത് മരവിപ്പിച്ചുകൊണ്ടുള്ള ഉത്തരവ് വന്നിട്ടുണ്ട്. അങ്ങനെ പല ഡിമാൻഡുകളും നമുക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു. പക്ഷേ വേതന വർധനവും വിരമിക്കൽ ആനുകൂല്യവും, ആ 2 ഡിമാൻഡുകളാണ് നേടിയെടുക്കേണ്ടുന്നത്. അത് നേടിയെടുക്കുന്നത് വരെ സമരം തുടരും. പിന്നെ സമരത്തിൻ്റെ പ്രയോജനം എന്ന് പറയുന്നത് കേവലമായ സാമ്പത്തികമായ പ്രയോജനങ്ങൾ ഒരു വശത്തുണ്ടെങ്കിലും അതുമാത്രമല്ല ഒരു സമരത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ ആളുകളെ ഞങ്ങൾ ചെന്ന സ്ഥലങ്ങളിലെല്ലാം പറഞ്ഞത്, നിങ്ങളുടെ സമരം വിജയിച്ച സമരമാണ്. കാരണം ഒരു സമരത്തെ ഒരു സമൂഹം എങ്ങനെ ഏറ്റെടുക്കുന്നു, എങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഈ കേരളം ഒന്നടങ്കം ഏറ്റെടുത്ത ഒരു സമരമായി ആശാ സമരം മാറിയത് സമരത്തിൻ്റെ വലിയ വിജയമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഡിമാൻഡുകളും നമുക്ക് ഇതിനോടകം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്.
പണിയെടുക്കുന്നവരെന്നുള്ള നിലയിൽ ആശാവർക്കർമാരുടെ അന്തസ്സും അഭിമാനവും ഉയർത്തിയെടുക്കാൻ, അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കി കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. ആത്മനിന്ദയോടെ അടിമയെ പോലെ ജീവിക്കുന്നത് എന്തിനാണ്? മറിച്ച് എന്ത് പണിയെടുത്താലും അവിടെ ആത്മാഭിമാനത്തോടെ ശിരസുയർത്തി നിന്ന് പണിയെടുക്കാൻ കഴിയുന്ന ഏത് തൊഴിലും അന്തസ്സോടെ അഭിമാനത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ സമരമാണ് ഈ മനുഷ്യൻ നേടിയെടുത്തിട്ടുള്ള എല്ലാ നേട്ടങ്ങളും. സമരം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷത്തിൽ നടക്കുന്ന ഇത്തരം സമരങ്ങൾ മാത്രമല്ല, മനുഷ്യൻ്റെ കൂട്ടായിട്ടുള്ള പ്രയത്നം, അവൻ്റെ ഒത്തൊരുമ, അവൻ നടത്തുന്ന പ്രയത്നങ്ങൾ, അതിപ്പോൾ നമ്മൾ മഹാമാരിയെ നേരിടുന്നതാണെങ്കിലും പ്രളയത്തെ നേരിടുന്നതാണെങ്കിലും പ്രകൃതിയെ നേരിടുന്നതാണെങ്കിലും സർക്കാരുകളെ നേരിടുന്നതാണെങ്കിലും എല്ലാം മനുഷ്യൻ്റെ കൂട്ടായ്മയിലൂടെ നേടിയെടുത്തിട്ടുള്ളൂ. ഒറ്റയ്ക്ക് നിന്ന് ഒരാൾക്കൊന്നും നേടിയെടുക്കാൻ കഴിയത്തില്ല. കൂട്ടായ്മയുടെ ചരിത്രമാണ് മനുഷ്യ ചരിത്രം എന്ന് പറയുന്നത്. അപ്പോൾ അത് എവിടെയൊക്കെയോ എപ്പോഴൊക്കെയോ മനുഷ്യൻ മറന്നുപോയി. ഏതെങ്കിലും ആവശ്യം വരുമ്പോൾ അതൊക്കെ തട്ടിക്കുടഞ്ഞെടുക്കും. മറിച്ച് ഈ സമരം, അവിടെ ഇന്ന് ഈ നടന്നുകൊണ്ടിരിക്കുന്ന സമരം ആശാവർക്കർമാരുടെ സമരമല്ല, കേരളത്തിൻ്റെ ഒന്നാകെയുള്ള സമരം, ഒരു സാമൂഹ്യ മുന്നേറ്റമായി, ഒരു ജനകീയ മുന്നേറ്റമായി ഈ സമരം മാറാൻ കഴിയുക എന്നൊക്കെ പറയുന്നത് സമരത്തിൻ്റെ വലിയ വിജയം തന്നെയാണ്. വേറൊരു തലത്തിലേക്ക് കേരളം ഇന്ന് ചിന്തിക്കുക. ഇന്ന് കേരളത്തിൽ ഏതൊരു പണിയെടുക്കുന്ന മനുഷ്യനും സമരം ചെയ്യാനുള്ള ഒരു മനസ്സും ഒന്നിച്ച് നിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹവും പോരാടി നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ സമരത്തിലൂടെ കഴിഞ്ഞു. അതൊക്കെ വളരെ വലിയ പ്രയോജനങ്ങളാണ്. ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിലും മനുഷ്യൻ സമരമെന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച് ചിന്തിക്കും. കാരണം ഈ സമരം ഉയർത്തിവിട്ട ചില ചോദ്യങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. ഉത്തരം അത് ആശാവർക്കർമാർക്ക് മാത്രമല്ല, ഈ സമൂഹത്തിൽ പണിയെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഉത്തരം കിട്ടേണ്ടുന്ന ചോദ്യങ്ങളാണ് ഞങ്ങൾ ഉയർത്തിവിട്ടിരിക്കുന്നത്. ഈ സമരം അവസാനിച്ചാലും കുറേ കാലം കൂടി ഈ സമരം ഉയർത്തിവിട്ട ചർച്ച വിഷയങ്ങൾ ഈ സമൂഹത്തിലുണ്ടാകും. അപ്പോൾ ആ അളവിൽ ഒരു സമരം കേവലമായ ഡിമാൻഡുകൾ നേടിയെടുക്കുന്നത് കൊണ്ട് മാത്രമല്ല വിജയം വരിക്കുന്നത്. ഇതുപോലുള്ള നാനാവിധത്തിലുള്ള നേട്ടങ്ങൾ അതിനുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. അങ്ങനെ തന്നെയാണെന്നാണ് സമൂഹം ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ആശാസമരം കേരളത്തിൽ ഒരു വലിയൊരു സാമൂഹ്യമായിട്ടുള്ളൊരു ഉണർവ് സൃഷ്ടിച്ചിട്ടുണ്ട്. ഡിമാൻഡുകൾ കൂടി നേടിയെടുത്ത് ഈ സമരം പൂർണ്ണ വിജയത്തിലെത്തട്ടെ എന്ന് കേരളം മുഴുവൻ ആഗ്രഹിക്കുകയാണ്. താങ്ക് യു.